നമുക്ക് പൈത്തൺ പഠിക്കാം. ഫ്രം സ്ക്രാച്ച് തൊട്ട് നിങ്ങൾ ഒരു ഐടി ജോലിക്ക് കയറാൻ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഒരു പൈത്തൺ പ്രോജക്റ്റ് സ്വന്തമായിട്ട് ചെയ്യാനും അതുപോലെ ഈ പൈത്തണിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാനും വേണ്ടിയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. പൈത്തൺ. ഈ പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ് ഐടി ഫീൽഡിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്ന പർട്ടിക്കുലർ ഫീൽഡിൽ ഡെവലപ്പേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്നല്ല. എല്ലാ ഫീൽഡിലും ഐടി ഫീൽഡാണെങ്കിൽ അതിനകത്തുള്ള എല്ലാ സബ് ഫീൽഡിലും നമ്മൾ ഈ പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് ആണെങ്കിലും, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആണെങ്കിലും, അതുപോലെ തന്നെ പെനിട്രേഷൻ ടെസ്റ്റേഴ്സ് ആണെങ്കിലും, ക്ലൗഡ് എഞ്ചിനീയേഴ്സ് ആണെങ്കിലും, ഡെവോപ്സ് ആണെങ്കിലും, ഐടി ഫീൽഡിൽ എല്ലാ ബ്രാഞ്ചുകളിലും നമ്മൾ പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പൈത്തൺ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് ഓട്ടോമേഷൻസ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ റെസ്യൂമെയിൽ പൈത്തൺ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൈത്തൺ നോളഡ്ജ് ഉണ്ടെങ്കിൽ ഐടി ഫീൽഡിൽ അത് ഏത് ഫീൽഡ് തന്നെയാണെങ്കിലും, ഏത് ബ്രാഞ്ച് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ നോളഡ്ജ് ഉള്ളത് വളരെയധികം കരിയറിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പൈത്തൺ ലാംഗ്വേജും ബാക്കിയുള്ള ലാംഗ്വേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പൈത്തണിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പൈത്തൺ ലാംഗ്വേജ് ഭയങ്കര സിമ്പിളാണ്. അത് നിങ്ങൾ ഈ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും മനസ്സിലാവും. ഓരോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ വളരെ കുറച്ച് ലൈൻസ് ഓഫ് കോഡ് വെച്ചിട്ടാണ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നത്. സി ഷാർപ്പിൽ ജാവയിലൊക്കെ 4ഉം 5ഉം വരി എഴുതുന്നിടത്ത് നമുക്ക് പൈത്തണിൽ ജസ്റ്റ് 1 ലൈൻ ഓഫ് കോഡ് വെച്ചിട്ട് നമുക്ക് സെയിം കാര്യം അറ്റൈൻ ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കോഡ്സും, എക്സാമ്പിൾസും ബാക്കി കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ കോഡ്സ് എല്ലാം റൺ ചെയ്ത് മോഡിഫൈ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, പൈത്തൺ പഠിക്കാനായിട്ട് ആദ്യം നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം. ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഗൂഗിളിൽ പൈത്തൺ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്ന ലിങ്ക് python.org എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വെച്ച് നമുക്ക് 2 രീതിയിൽ നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ വിൻഡോസിലാണെങ്കിൽ ഈ പൈത്തണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ്റെ ലിങ്ക് അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ കാണും. അല്ലെങ്കിൽ ഡൗൺലോഡ്സിനകത്ത് പോയി നോക്കുകയാണെങ്കിൽ പൈത്തണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ നമുക്കവിടെ അറിയാൻ പറ്റും. സോ ഇപ്പോൾ പൈത്തൺ 3.14.3 ആണ് ഇപ്പോൾ ഉള്ള പൈത്തണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ. സോ അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ പൈത്തണിൽ മെയിനായിട്ട് 2 വേർഷൻസ് ഉണ്ട്. പൈത്തൺ 2 ഉണ്ട്, പൈത്തൺ 3 ഉണ്ട്. പൈത്തൺ 2 എന്ന് പറയുന്നത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. പൈത്തൺ 3 ആണ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നത്. ഇനി ഫ്യൂച്ചറിൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ 3 തന്നെയായിരിക്കും. സോ ഈ ട്യൂട്ടോറിയൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പൈത്തൺ 3 ആണ്. അത് ഒരു ചെറിയൊരു ഫയലാണ്. ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ആ ഒരു സെറ്റപ്പ് ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഇൻസ്റ്റാൾ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. പക്ഷേ ആ ഇൻസ്റ്റാൾ നൗ ക്ലിക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് താഴെ ആഡ് python.exe ടു പാത്ത് എന്ന് പറയുന്ന ആ ഒരു ടിക്ക് ബോക്സ് എനേബിൾ ചെയ്യുക. അവിടെ നമ്മൾ ടിക്ക് കൊടുക്കുക. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ നമ്മൾ കൊടുത്തില്ല എങ്കിൽ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ ഈ പൈത്തൺ കമാൻഡ്സ് റൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യത്തില്ല. പൈത്തൻ്റെ എക്സിക്യൂട്ടബിൾ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണെന്ന് അത് ഡിറ്റക്റ്റ് ചെയ്യത്തില്ല. സോ നിങ്ങൾ അത് ടിക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻസ്റ്റാൾ നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഈ ഒരു ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഏകദേശം 1 മിനിറ്റ് അടുപ്പിച്ചെടുക്കും. സോ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി എല്ലാം കറക്റ്റ് ആയിട്ടാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് പൈത്തൺ കമാൻഡ്സ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം പൈത്തണിൻ്റെ ഹെൽപ്പ് മെനു കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് റൺ ചെയ്ത് നോക്കുക. സോ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഹെൽപ്പ് കൊടുക്കുമ്പോഴത്തേക്കും പല പല ആർഗ്യുമെൻറ്റ്സ്, പല പല പാരാമീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് സീംസ് ടു ബി വർക്കിംഗ് ഫൈൻ. സോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് പൈത്തണിൻ്റെ വേർഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത വേർഷൻ തന്നെയാണോ ഇതിനകത്ത് ലോഡ് ആയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് പൈത്തൺ -V കൊടുക്കുക. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം പൈത്തൺ 3.14 ആണ് ഇപ്പോൾ ഇതിനകത്ത് പൈത്തൺ എന്ന് പറയുമ്പോഴത്തേക്കും ലോഡായിരിക്കുന്ന പൈത്തൻ്റെ വേർഷൻ. ഓക്കെ, ഇനി പൈത്തൺ നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് വേണം. നമുക്ക് വേണമെങ്കിൽ നോട്ട് പാഡ് വെച്ച് തന്നെ നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, പഠിക്കാനും സ്ക്രിപ്റ്റ് ചെയ്യാനും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസ് ഉള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് നമുക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. അതിനകത്തായിരിക്കും നമ്മൾ കംപ്ലീറ്റ് സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഗൂഗിളിൽ പോവുക, പൈചാർ എന്ന് സെർച്ച് ചെയ്യുക. അതിനകത്ത് ഏറ്റവും ആദ്യം കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ OS ഏതാണോ ആ OSന് വേണ്ടിയിട്ടുള്ള പൈചാമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുക. സോ ഞാനിപ്പോൾ വിൻഡോസിൻ്റെ കേസാണ് കാണിക്കുന്നത്. സോ വിൻഡോസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുക.
ഓക്കെ, പൈചാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ സിംപ്ലി നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു സെറ്റപ്പ് ഫയൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഓക്കെ, സിംപ്ലി ക്ലിക്ക് നെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് പാത്ത് പറഞ്ഞു കൊടുക്കുക. തൽക്കാലം ഇതൊക്കെ ഞാൻ ഈ ഒരു ഡീഫോൾട്ട് പാത്ത് തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ, ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ബിൻ ഫോൾഡർ ടു ദ പാത്ത്, ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് തൽക്കാലത്തേക്ക് ഈ 4 സെലക്ട് ചെയ്യുക. ഈ ഒരു ക്രിയേറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് .py ഫയൽസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എപ്പോഴും പൈചാം വെച്ചിട്ട് ഓപ്പൺ ആവും. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ ഞാനിപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൺ പൈചാം എന്ന് പറയുന്ന ഈ ഒരു ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നമുക്ക് ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് പൈചാം ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റത്തിൽ പൈചാം ഓപ്പൺ ആയി വരും. ഓക്കെ, സോ പൈചാം എല്ലാം ഓപ്പണായി ലോഡായി വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ടൈം യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത് മോർ ഓർ ലെസ് ഇതുപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും. ഓക്കെ, ഇത് പല പല വേർഷൻ അനുസരിച്ച് ഇത് കുറച്ച് മാറിയും തിരിഞ്ഞൊക്കെ വരും. എന്നാലും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതൊക്കെ ആയിരിക്കും. സോ നമുക്ക് ഇനി പൈചാമിനെ ഒന്ന് പരിചയപ്പെടാം. പൈചാമിനകത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പല പല പ്രോജക്റ്റായിട്ടായിരിക്കും സേവ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഒരു മാസ്റ്റർ ക്ലാസ്, ഈ ഒരു പൈത്തൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ആ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിൽ ന്യൂ എന്ന് പറയുന്നൊരു ബട്ടൺ കണ്ടില്ലായിരുന്നു, അത് ക്ലിക്ക് ചെയ്യാം. ഇൻ കേസ് അതവിടെ ഇല്ല എങ്കിൽ മേളിൽ ഫയലിൽ പോയിട്ട് ഇവിടെ ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു മെനു സെലക്ട് ചെയ്യുക. സോ നമുക്കിവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ വരും. നമ്മൾ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ. സോ ഇവിടെ ആദ്യം ഉള്ളത് ലൊക്കേഷനാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എവിടെയാണ് ഈ ഒരു പ്രോജക്റ്റ് സേവ് ചെയ്യേണ്ടതെന്ന്. ഈ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് കിടക്കുന്ന ഈ ഒരു വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു പൈത്തൺ പ്രോജക്റ്റിന് വരെ നമുക്ക് നമ്മുടേതായ ഒരു പേര് കൊടുക്കാം. അപ്പോൾ റൂട്ട് സെറ്റ് പൈത്തൺ മാസ്റ്റർ ക്ലാസ്. ഓക്കെ, സോ ഈ ഒരു പേരിലായിരിക്കും പ്രോജക്റ്റ് സേവ് ആവാൻ പോകുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൈത്തൺ വേർഷനാണ്. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത പൈത്തൺ 3.14 അല്ലേ. സോ ഇൻ കേസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേർഷനിൽ ഈ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇൻ കേസ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇല്ല എങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു പ്രോജക്റ്റ് ആ ഒരു പൈത്തൺ വേർഷനുമായിട്ട് ലിങ്ക് ചെയ്യും. ഇനി നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിർച്വൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. വിർച്വൽ എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് പല പല പ്രോജക്റ്റ് ഉണ്ടെന്ന് വെച്ചോളൂ. പ്രോജക്റ്റ് എ, പ്രോജക്റ്റ് ബി, പ്രോജക്റ്റ് സി. അപ്പോൾ ഓരോ പ്രോജക്റ്റിനും ചില പൈത്തൺ വേർഷൻ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ പ്രോജക്റ്റ് എ എന്ന് പറയുന്നത് ഒരു വേർഷൻ പൈത്തണിലേ വർക്ക് ചെയ്യത്തുള്ളൂ. പ്രോജക്റ്റ് ബി എന്ന് പറയുന്നത് വേറൊരു വേർഷൻ പൈത്തണിലേ വർക്ക് ചെയ്യത്തുള്ളൂ. പ്രോജക്റ്റ് സി എന്ന് പറയുന്നത് വേറൊരു വേർഷൻ പൈത്തണിലേ വർക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് കോൺഫ്ലിക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രോജക്റ്റിനും ഓരോ വിർച്വൽ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കും. ഓരോ വിർച്വൽ എൻവയോൺമെൻറ്റിനകത്തും നമുക്ക് അതിൻ്റേതായ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പൈത്തൺ ലൈബ്രറീസും പൈത്തൺ വേർഷൻസും ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തത് കണ്ടില്ലേ, ഇവിടെ ജനറേറ്റ് ന്യൂ എന്നാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വിർച്വൽ എൻവയോൺമെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആ ഒരു വിർച്വൽ എൻവയോൺമെൻറ്റ് ഏത് വേർഷൻ, ഏത് പൈത്തൺ വേർഷനുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ ഇത് ഡീഫോൾട്ടായിട്ട് നിങ്ങൾക്കുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിർച്വൽ എൻവയോൺമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. സോ ഇവിടെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ അറിയാം പ്രോജക്റ്റിനകത്ത് ഈ റൂട്ട് സെറ്റ് പൈത്തൺ മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇതൊരു ഫോൾഡറാണ്. ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പം .venv എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതുപോലെ തന്നെ main.py എന്ന് പറയുന്ന ഇത് സാമ്പിൾ സ്ക്രിപ്റ്റ് ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയ ഒരു സാമ്പിൾ പൈത്തൺ സ്ക്രിപ്റ്റ് ആണ്. സോ ഈ .venv എന്ന് പറയുന്ന ഫയലാണ്. അതിനകത്താണ് ഈ വിർച്വൽ എൻവയോൺമെൻറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിടക്കുന്നത്. ഇനി ഈ ഒരു ഫോൾഡർ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെയായിരിക്കും കിടക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സേവ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ എവിടെയാണ്? സിക്കകത്ത്, യൂസേഴ്സിനകത്ത്, യൂസർ നെയിമിനകത്ത്, പൈചാം പ്രോജക്ട്സ് എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്താണ് അല്ലേ. ഒന്ന് പോയി നോക്കാം. സിക്കകത്ത്, യൂസേഴ്സിനകത്ത്, അതുപോലെ തന്നെ യൂസർ നെയിമിനകത്ത്,
ഇവിടെ പൈച്ചാം പ്രോജക്ട്സിനകത്ത് കണ്ടില്ലേ, റൂട്ട് സെറ്റ് പൈത്തൺ മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ഇത്രയും കാര്യങ്ങൾ കിടക്കുന്നത്. അതിനകത്ത് .env ഫയലും കാണാം, .py ഫയലും കാണാം അല്ലേ, .env ഫയലും .py ഫയലും. സോ അത് കൂടാതെ തന്നെ .idea എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അത് നമുക്ക് തൽക്കാലത്തേക്ക് ഇഗ്നോർ ചെയ്യാം. അതും ഈ ഒരു IDE ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഡയറക്ടറിയാണ്. തൽക്കാലത്തേക്ക് നമുക്കത് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഈ ഒരു പൈച്ചാമിൻ്റെ ഇൻ്റർഫേസിൽ നമുക്ക് 2 പാർട്ടുണ്ട് അല്ലേ. ലെഫ്റ്റ് സൈഡിലൊരു പാർട്ടുണ്ട്, റൈറ്റ് സൈഡിലൊരു പാർട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടറിയും ഫയൽസും അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എന്താ പറയുക, ലൈബ്രറീസും അതിൻ്റെ ആ പ്രോജക്റ്റിൻ്റെ മെയിൻ ഇൻഫർമേഷൻ എല്ലാം നമുക്ക് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു പ്രോജക്റ്റിനകത്ത് ഒരു പൈത്തൺ ഫയൽ അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചോളൂ, ഈ main.py അല്ലാതെ ഒരു ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പല മെത്തേഡുണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പത്തിന് നമുക്ക് ഏത് ഡയറക്ടറിയിലാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ന്യൂവിൽ പോയിട്ട് ഏത് ടൈപ്പ് ഫയലാണോ വേണ്ടത്, നമുക്ക് പല ടൈപ്പ് ഫയൽ ഉണ്ടാക്കാം. നമുക്കിപ്പോൾ പൈത്തൺ ഫയൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പൈത്തൺ ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് പൈത്തൺ ഫയലിന് ഒരു പേര് കൊടുക്കുക. ഹലോ വേൾഡ് റൂട്ട് സെറ്റ് എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. ഇപ്പോൾ പൈത്തൺ ഫയലാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഹലോ വേൾഡ് റൂട്ട് സെറ്റ് എന്ന് പറയുന്ന ഒരു PY ഫയൽ, PY എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പൈത്തൺ സ്ക്രിപ്റ്റുകൾക്ക് കൊടുക്കുന്ന ഒരു എക്സ്റ്റൻഷനാണ്. സോ PY ഫയൽ ഈ ഒരു ഡയറക്ടറിക്കകത്ത് ക്രിയേറ്റ്, നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഫോൾഡറിനകത്ത് പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫയൽ കാണാൻ പറ്റും. സോ നമ്മൾ ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പുറത്ത് ഓപ്പൺ ആയി വന്നിട്ടുണ്ടല്ലേ. സോ നമുക്ക് ഒരേ സമയം മൾട്ടിപ്പിൾ ഫയൽസ് പല പല ടാബിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കൺവീനിയൻ്റ് ആണ്. കാരണം നമുക്ക് ഒരു ഫയലിൽ നിന്നും പല പല കാര്യങ്ങൾ കോപ്പി ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ പൈച്ചാമിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് പൈത്തൺ സ്ക്രിപ്റ്റ് റൺ ചെയ്യാനെല്ലാം പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ ഈ ടെർമിനൽ എന്ന് പറയുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു ടെർമിനൽ ഓപ്പൺ ആയി വരും. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുകയാണെങ്കിൽ പൈത്തൺ ഓപ്പൺ ആയി വരും. ഇവിടെ വേണമെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ ഇപ്പോൾ 4 > 5 കൊടുക്കുകയാണെങ്കിൽ ഫോൾസ് എന്ന് വരും. സോ ബേസിക്കലി ഇവിടെ പൈത്തൺ നമ്മൾ റൺ ചെയ്യുകയാണ്. തൽക്കാലത്തേക്ക് ഇത് ക്ലോസ് ചെയ്യാം. സോ നമ്മളിപ്പോൾ മെയിനായിട്ടുള്ള കോഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് ഈ ഒരു ഫയൽ നമുക്ക് ക്ലോസ് ചെയ്ത് ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാം. നമുക്കിത് ആവശ്യമില്ല. ഓക്കെ, സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവും. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഹലോ വേൾഡ് റൂട്ട് സെറ്റ് .py എന്ന് പറയുന്ന ഫയലിനകത്ത് നമുക്ക് ഫസ്റ്റ് സെറ്റ് സ്ക്രിപ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ, ഇതിനകത്ത് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാനിപ്പോൾ കഴിഞ്ഞ 11 വർഷമായിട്ട് IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യം നെറ്റ്വർക്കിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിലോട്ട് വന്നു. പിന്നെ പെനിട്രേഷൻ ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് സെക്യൂരിറ്റിയിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. സോ IT ഫീൽഡിലെ പല പല ഡിവിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, പൈത്തൺ എല്ലാ ഫീൽഡിലും ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രിപ്റ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം പൈത്തൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷനിൽ നിന്നും തുടങ്ങാം. നമ്മൾ സാധാരണ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. സോ അത് തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ കോഡ് റൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് മാത്രം പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. നമ്മളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ പ്രിൻറ്റ് 2 ബ്രാക്കറ്റിനകത്ത് ഡബിൾ കോട്ട്സിനകത്ത് നമുക്ക് എന്ത് മെസ്സേജാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത്, ഹലോ വേൾഡ് ഫ്രം റൂട്ട് സെറ്റ് IT. സോ ഈ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യേണ്ടത്, നമുക്ക് എന്ത് മെസ്സേജാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു കോഡ്, ഈ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് റൺ ചെയ്യണം അല്ലേ. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മളൊരു ഫയലിന് മാറ്റം വരുത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഫയൽ സേവ് ചെയ്യണം. അതിന് Ctrl+S പ്രസ് ചെയ്ത് സേവ് ചെയ്തിട്ട് ഈ ഒരു ഫയൽ റൺ ചെയ്യാൻ മൾട്ടിപ്പിൾ മെത്തേഡ് ഉണ്ട്. ഒന്ന് ഇവിടെ മേളിൽ ഒരു പ്ലേ ബട്ടൺ കണ്ടില്ലായിരുന്നു, അത് ക്ലിക്ക് ചെയ്ത് റൺ ചെയ്യാം. ഇനി അതല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റണ്ണിനകത്ത് പോയിട്ട് റൺ ഹലോ വേൾഡ് റൂട്ട് സെറ്റ് .py, അതായത് ഫയൽ നെയിം, അത് ക്ലിക്ക് ചെയ്തിട്ട് റൺ ചെയ്യാം. ഓക്കെ, സോ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഈ ഒരു പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റൺ ചെയ്യുകയാണ്.
കണ്ടില്ലേ? സോ ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. സോ ഈ ഒരു ഫയൽ, അതായത് മാസ്റ്റർ ക്ലാസ്സിനകത്ത് hello world ഡോട്ട് റൂട്ട്സെറ്റ് ഡോട്ട് പൈ എന്ന് പറയുന്ന ഫയൽ, ആ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ഈ ഒരു ലൊക്കേഷനകത്ത് റൺ ചെയ്തിരിക്കുന്ന പൈത്തൺ വെച്ചിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്, hello world ഫ്രം റൂട്ട്സെറ്റ് IT. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷനും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ താഴെ തന്നെ പ്രോസസ് ഫിനിഷ്ഡ് വിത്ത് എക്സിറ്റ് കോഡ് 0 എന്ന് വെച്ചാൽ ഈ ഒരു എക്സിക്യൂഷൻ, ഈ ഒരു കോഡിൻ്റെ എക്സിക്യൂഷൻ എറർ ഒന്നുമില്ലാതെ പ്രോസസ്സിങ് ഫിനിഷ് ചെയ്തു എന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇനി ഈ ഒരു ലൈൻ കൂടാതെ തന്നെ ഈ ഒരു ഹലോ വേൾഡ് ഫ്രം റൂട്ട്സെറ്റ് ITയുടെ താഴെ നമുക്ക് ഒരു ലൈനും കൂടെ ആഡ് ചെയ്യണമെന്ന് വെച്ചോളൂ. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളാണ്. സിംപ്ലി അടുത്ത ലൈനിലേക്ക് പോവുക, എന്നിട്ട് പിന്നെയും പ്രിൻറ്റ് ബ്രാക്കറ്റിനകത്ത് ഡബിൾ കോട്ട്സിനകത്ത് നമുക്ക് എന്താണോ ആഡ് ചെയ്യേണ്ടത് അത് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു അണ്ടർലൈൻ പോലെ നമുക്ക് ഇത്രയും സ്റ്റാർ കൊടുക്കാം. ഓക്കെ, ഇനി സേവ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റൺ ചെയ്യുക. ഓക്കെ, കണ്ടില്ലേ? ഹലോ വേൾഡ് ഫ്രം റൂട്ട്സെറ്റ് IT. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് കട്ട് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഇത്രയും സ്റ്റാർ പ്രസ് ചെയ്യുന്നതിന് പകരം ഒരു സ്റ്റാർ ഒരു ലെറ്റ്സ് സേ ഒരു 25 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യണമെന്ന് വെച്ചോളൂ. അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റാർ അത് കഴിഞ്ഞിട്ട് ഡബിൾ കോട്ട്സിൻ്റെ പുറത്ത് ഇൻറ്റു എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണോ അത്രയും നമ്പറും കൂടെ കൊടുക്കുക. ഇപ്പോൾ 25 ടൈംസ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റാർ ഡബിൾ കോട്ട്സിനകത്ത് ഇൻറ്റു 25 കൊടുത്തിട്ട് സേവ് ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം എന്ത് പറ്റുമെന്ന് അറിയാം. കണ്ടില്ലേ? ഇവിടെ ഇപ്പോൾ ഹലോ വേൾഡ് ഫ്രം റൂട്ട്സെറ്റ് എന്നിട്ട് 25 സ്റ്റാറും ആഡ് ചെയ്തിട്ടുണ്ട്. എണ്ണി നോക്കിയില്ല, 25 സ്റ്റാർ കാണണം. ഓക്കെ, ഇനി തൽക്കാലത്തേക്ക് നമുക്ക് ആദ്യത്തെ ഒരു ലൈൻ മാത്രം നോക്കാം. സോ ഇവിടെ ഇൻ കേസ് നിങ്ങൾ ഈ അവസാനത്തെ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇടാൻ മറന്നുപോയെന്ന് വെച്ചോളൂ. എന്നിട്ട് നിങ്ങൾ സേവ് ചെയ്തിട്ട് ഇവിടെ റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഡ് റൺ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ ഒരു എറർ മെസ്സേജ് വന്ന് നിൽക്കും. ഇതിനകത്ത് എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ ടൈപ്പ് ചെയ്ത ആ ഒരു കോഡിൻ്റെ ലൈൻ 1-നകത്ത് ആ ഒരു ലൈനാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിൻ്റെ താഴെ സിൻടാക്സ് എറർ, ഈ ഒരു ബ്രാക്കറ്റ് വാസ് നെവർ ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, പക്ഷേ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ല എന്നാണ് കാണിക്കുന്നത്. എന്നിട്ട് പ്രോസസ് ഫിനിഷ്ഡ് വിത്ത് എക്സിറ്റ് കോഡ് 1. ഈ എക്സിറ്റ് കോഡ് 1 എന്ന് പറയുന്നത് എററാണ്. ഓക്കെ, സോ സിൻടാക്സ് എറർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും അതിനകത്ത് നമുക്ക് ഗ്രാമർ ഉണ്ടാവും അല്ലേ? നമ്മൾ പ്രോപ്പറായിട്ട് ഗ്രാമർ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവർക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. സോ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമുക്ക് പൈത്തണിന് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ, അതായത് ഈ ഒരു ലൊക്കേഷനിൽ കിടക്കുന്ന പൈത്തൺ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോഡ് റൺ ചെയ്യുന്നത് അല്ലേ? സോ ഈ ഒരു പൈത്തണിന് നമ്മൾ പറയുന്ന കോഡ് മനസ്സിലാവണമെങ്കിൽ അതിൻ്റേതായ ലാംഗ്വേജ് നമ്മൾ ഫോളോ ചെയ്യണം. ആ ലാംഗ്വേജിൻ്റെ റൂൾസിനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു കോഡ് റൺ ചെയ്യുന്ന സമയത്ത് പൈത്തണിന് കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ടാണ് ഇവിടെ സിൻടാക്സ് എറർ എന്ന് വരുന്നത്. സിൻടാക്സ് എറർ എന്ന് പറയുന്നത് നമ്മൾ കാണാൻ പോകുന്ന എറേഴ്സിൽ ഒരെണ്ണം മാത്രമാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വേറെയും എറേഴ്സ് കാണും. സോ ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു എറർ ഡിസപ്പിയർ ആയിട്ട് കോഡ് പ്രോപ്പറായിട്ട് റൺ ആവും. ഒരു സിമ്പിളായിട്ടുള്ള കാര്യം കൂടെ ഞാനിവിടെ പറഞ്ഞുതരാം. സോ നമ്മൾ ഇവിടെ ഹലോ വേൾഡ് ഫ്രം റൂട്ട്സെറ്റ് IT എന്ന് പ്രിൻറ്റ് ചെയ്തായിരുന്നു അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ താഴെ നമുക്ക് ഇത് തന്നെ കോപ്പി ചെയ്തിട്ട് താഴെ ദിസ് ഈസ് എ സെക്കൻഡ് ലൈൻ എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങും കൂടെ നമ്മളിവിടെ കൊടുക്കുകയാണ്. ഇനി നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ 2 ലൈനും വരും. ഹലോ വേൾഡ് ഫ്രം റൂട്ട്സെറ്റ് IT വരും, അതുപോലെ തന്നെ ദിസ് ഈസ് എ സെക്കൻഡ് ലൈനും വരും. ഇനി ഈ ദിസ് ഈസ് എ സെക്കൻഡ് ലൈൻ, ഈ രണ്ടാമത്തെ ലൈൻ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ റൺ ചെയ്യേണ്ട എന്ന് വെച്ചോളൂ. പക്ഷേ ഇത് കോഡിൽ നിന്ന് മാറാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ ലൈനിൻ്റെ ആദ്യം നമ്മളൊരു ഹാഷ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലൈനിനെ കമൻറ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ കോഡ് റൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈൻ കമാൻഡായിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡിൻ്റെ ഭാഗമായിട്ട് കാണത്തില്ല. ജസ്റ്റ് അവിടെ ആ ഒരു ലൈൻ കമൻ്റായിട്ട് കിടക്കും. സോ ഇനി നമ്മൾ സേവ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഹലോ വേൾഡ് ഫ്രം റൂട്ട്സെറ്റ് IT മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ലൈൻ റൺ ആയിട്ടില്ല. ഇനി ഇങ്ങനെ തന്നെ കൊടുക്കണമെന്നില്ല. ഈ ഒരു ലൈനിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഇപ്പോൾ ഈ ഒരു ലൈൻ എന്തിനാണ്, നമ്മൾ ജസ്റ്റ് ഒരു പ്രിൻറ്റിൻ്റെ എക്സാമ്പിളാണല്ലേ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ തന്നെ കമൻ്റായിട്ട് ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രിൻറ്റ് ഫങ്ഷൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ലൈൻ റൺ ആവത്തില്ല. ഇത്രയും വെച്ച് മാത്രം റണ്ണായി അങ്ങ് നിൽക്കും. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, എറർ ഒന്നും കാണിച്ചില്ല. പക്ഷേ നമ്മളിവിടെ ഈ ഒരു കമൻറ്റ് ഇല്ല എങ്കിൽ ഇത് നമുക്കൊരു സിൻടാക്സ് എറർ കാണിക്കും. കണ്ടില്ലേ? ഇനി നമുക്ക് പൈത്തൺ പ്രോഗ്രാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കിടക്കാം. അത് നമ്മൾ ഏതൊരു
അത് നമ്മൾ ഏതൊരു കോഡിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പേരാണ് വേരിയബിൾ. സോ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു ഫയൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആ ഫയലിൻ്റെ പേരാണ് പൈത്തൺ വേരിയബിൾസ് ട്യൂട്ടോറിയൽ. സോ ഈ ഒരു സ്ക്രിപ്റ്റ് ഫയലിനകത്തായിരിക്കും നമ്മൾ ട്യൂട്ടോറിയൽ വേരിയബിൾസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കാൻ പോകുന്നത്. നമുക്ക് തൽക്കാലത്തേക്ക് ഹലോ വേൾഡ് rootset.py ക്ലോസ് ചെയ്യാം. ഓക്കെ, സോ വേരിയബിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൈത്തണിൽ എന്ത് പ്രോജക്റ്റ് ചെയ്താലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വേരിയബിൾസ്. ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ കോഡ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഈ വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രൂട്ട് കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് അതിന് ഒരു 22 എന്ന് പറയുന്നൊരു വാല്യൂ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു വേരിയബിൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം കുറച്ച് സ്പേസ് അലോക്കേറ്റ് ചെയ്തിട്ട് അതിന് 22 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കും, ഒരു ഡേറ്റ കൊടുക്കും. എന്നിട്ട് ആ ഒരു സ്പേസിനെ ഫ്രൂട്ട് കൗണ്ട് എന്ന് പറയുന്ന ഒരു പേരുമായിട്ട് റെഫറൻസ് ചെയ്യും. സോ നമുക്ക് എപ്പോഴെങ്കിലും ഈ ഒരു വാല്യൂ 22 എന്ന് പറയുന്ന വാല്യൂ ആക്സസ് ചെയ്യണമെങ്കിൽ ഈ ഫ്രൂട്ട് കൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ 22 എന്ന് പറയുന്ന വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഈ വേരിയബിൾസ് എന്ന് പറയുന്ന പല ടൈപ്പ് വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, സോ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. ഈ ഒരു ഫ്രൂട്ട് കൗണ്ട് നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിനൊരു വാല്യൂ കൊടുത്തു, നമുക്കിതെങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, സോ തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ നമ്മൾ ഹലോ വേൾഡ് ഫ്രം rootset.it എന്ന് പ്രിൻ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്തു അല്ലേ. അതേപോലെ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പ്രിൻറ്റ് ഡബിൾ കോട്ട്സിനകത്ത് ഫ്രൂട്ട് അണ്ടർസ്കോർ കൗണ്ട്, അതായത് നമ്മുടെ വേരിയബിൾ നെയിം കൊടുത്തു നോക്കാം. എന്നിട്ട് സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, എന്ത് പറ്റുമെന്ന് നോക്കാം. ഓക്കെ, റൺ ചെയ്യുന്ന സമയത്ത് ഈ എന്തോ കാരണം കൊണ്ട് നമുക്ക് ഫ്രൂട്ട് കൗണ്ട് ആ ഒരു വേരിയബിൾ തന്നെയും അതേപോലെ തന്നെ പ്രിൻ്റ് ആവുകയാണ്. പക്ഷേ ആ 22 എന്ന് പറയുന്ന വാല്യൂ പ്രിൻ്റ് ആവുന്നില്ല. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡബിൾ കോട്ട്സിനകത്ത് പ്രിൻറ്റിനകത്ത് ഈ ഡബിൾ കോട്ട്സിനകത്ത് എന്ത് തന്നെ കൊടുത്താലും അത് അതേപോലെ പ്രിൻറ്റ് ചെയ്യും. നമ്മൾ അതിൻ്റെ വാല്യൂ ഒന്നും നോക്കത്തില്ല, എന്ത് കൊടുത്താലും അത് അതേപോലെ അങ്ങ് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, സോ കറക്റ്റ് ആ ഒരു വാല്യൂ കൊടുക്കണമെങ്കിൽ ഇവിടെ ഡബിൾ കോട്ട്സ് ഇല്ലാതെ വേരിയബിൾ നെയിം കൊടുക്കണം, ഫ്രൂട്ട് അണ്ടർസ്കോർ കൗണ്ട് എന്ന് കൊടുക്കണം. എന്നിട്ട് സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് കറക്റ്റ് വാല്യൂ 22 മാത്രം പ്രിൻ്റ് ആയി വന്നു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്ത് നോക്കാം. ഇതിൻ്റെ താഴെ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട് ഈസ് ഈക്വൽ ടു ഫ്രൂട്ട് കൗണ്ട് എന്ന് കൊടുത്തു നോക്കാം, എന്ത് പറ്റുമെന്നറിയാം. ഓക്കെ, പ്രിൻറ്റ് ഡബിൾ കോട്ട്സിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡബിൾ കോട്ട്സ് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് ഫ്രൂട്ട് അണ്ടർസ്കോർ കൗണ്ട് എന്ന് കൊടുക്കണം അല്ലേ. പക്ഷേ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു എറർ കാണിക്കുകയാണ്. സോ ഇവിടെ ഒരു സിൻടാക്സ് എറർ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു കോമ കൊടുക്കണം. നമ്മളെപ്പോഴും ഈ ഡബിൾ കോട്ട്സിനകത്ത് നമുക്ക് എന്താണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് അതേപോലെ കൊടുത്തിട്ട് അതിനുശേഷം ഒരു കോമ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്കിവിടെ വേരിയബിളിൻ്റെ നെയിം കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ നമ്മൾ ഇതിന് മുമ്പായിട്ട് വേറെ എന്തെങ്കിലും സ്ട്രിങ് കൊടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു കോമ ഇട്ടിട്ട് വേണം കൊടുക്കാൻ. ഇനി നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഈസ് ഈക്വൽ ടു 22 എന്ന് പറഞ്ഞ് നമുക്ക് പ്രിൻറ്റ് ചെയ്തായിരുന്നു അല്ലേ. ഇനി കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബെറ്റർ വേ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിൻറ്റ് ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഫ്രണ്ടിൽ ഒരു എഫ് കൊടുക്കുക. എഫ് എന്ന് വെച്ചാൽ ഫോർമാറ്റഡ് എന്നെയാണ് നമ്മൾ ഈ ഒരു എഫ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ടോട്ടൽ ഫ്രൂട്ട് കൗണ്ട് ഈസ് ഈക്വൽ ടു കേർലി ബ്രാക്കറ്റിനകത്ത് വേരിയബിൾ നെയിം കൊടുക്കുക. ഓക്കെ, ഇതിനെ എഫ് സ്ട്രിങ് എന്ന് പറയുന്നു, ഫോർമാറ്റഡ് സ്ട്രിങ് എന്ന് പറയുന്നു. ഈ നമുക്കിപ്പോൾ പ്രിൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്യണമെങ്കിലും കേർലി ബ്രാക്കറ്റിനകത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, സോ ഈ രണ്ടെണ്ണം നമ്മൾ നേരത്തെ പ്രിൻറ്റ് ചെയ്ത ഈ രണ്ട് പ്രിൻറ്റ് കമാൻഡാണ്. അതിൻ്റെ താഴെയുള്ള നമ്മളിപ്പോൾ കൊടുത്ത ആ ഒരു എഫ് സ്ട്രിങ് നമ്മൾ ഫോർമാറ്റഡ് സ്ട്രിങ് ആണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഈ ഡബിൾ കോട്ട്സിനകത്ത് തന്നെ വേരിയബിൾ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി വേരിയബിൾ ഡേറ്റ ടൈപ്സ് എന്താണെന്ന് നോക്കാം. പൈത്തണിൽ പ്രിമിറ്റീവായിട്ട് 4 ഡേറ്റ ടൈപ്പാണുള്ളത്. 1 ഇൻറ്റിജർ, 2 ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, 3 ബൂളിയൻ, 4 സ്ട്രിങ്.
ഓക്കെ. സോ നമ്മൾ ഇവിടെ ഈ കാണുന്ന വേരിയബിൾ ഫ്രൂട്ട് കൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ 22 ആണ് അതിൻ്റെ വാല്യൂ. അതൊരു ഇൻറ്റിജർ നമ്പറാണ്. സോ ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. ഇതിൻ്റെ വാല്യൂ 1 ആവാം, 2 ആവാം, 200 ആവാം, 500 ആവാം, ഏതൊരു ഇൻറ്റിജർ വാല്യൂ വേണമെങ്കിലും ആവാം. ഇതിനകത്ത് പോസിറ്റീവ് നമ്പർ മാത്രമല്ല നെഗറ്റീവ് നമ്പേഴ്സും വരാം, സീറോയും വരാം. ഓക്കെ. സോ ഇതാണ് ഇൻറ്റിജർ. ഇനിയുള്ളത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിനകത്ത് ഡെസിമൽ പോയിന്റ്സ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റോറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണമെങ്കിൽ 30.8 എന്ന് പറയുന്ന ഒരു വാല്യൂ വരാം, വേണമെങ്കിൽ 10.5 എന്ന് പറയുന്ന വാല്യൂ വരാം. ബേസിക്കലി ഡെസിമൽ പോയിന്റ് വരുന്ന ഒരു നമ്പറാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ബൂളിയൻ ടൈപ്പ് എന്ന് പറയുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈസ് ഡിഫക്റ്റീവ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ട്രൂ എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കാം. പിന്നെ ഉള്ളത് സ്ട്രിങ് ടൈപ്പാണ്. അത് വേണമെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ട് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് അതിന് നമുക്ക് ആപ്പിൾ എന്ന് വേണമെങ്കിൽ വാല്യൂ കൊടുക്കാൻ പറ്റും. സോ ഈ ആപ്പിൾ എന്ന് പറയുന്നത് സ്ട്രിങ് ടൈപ്പ് ആയിരിക്കും. ഈ 4 നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഈ പൈത്തണിലെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്, വേരിയബിൾ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാ വേരിയബിൾസിനെയും ഒന്ന് പ്രിൻ്റ് വെച്ചിട്ട് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ. പ്രിൻ്റ് 2 ബ്രാക്കറ്റിനകത്ത് നമ്മൾ എഫ് സ്ട്രിങ് വെച്ചിട്ടായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. സോ എഫ് ഡബിൾ കോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഈസ് ഈക്വൽ ടു കേർലി ബ്രാക്കറ്റിനകത്ത് ഫ്രൂട്ട് കൗണ്ട്, അത് ഈ ഒരു വേരിയബിൾ ആണല്ലേ. എന്നിട്ട് കോമ സ്റ്റോറേജ് ടെമ്പറേച്ചർ ഈസ് നേരത്തെ പോലെ തന്നെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റോറേജ് ടെമ്പറേച്ചർ, എന്നിട്ട് ബ്രാക്കറ്റിന് പുറത്ത് ഈസ് ഫ്രൂട്ട് ഡിഫക്റ്റീവ്, അതിന് ഒരു വേരിയബിൾ ഈസ് ഡിഫക്റ്റീവ് ഫുൾ സ്റ്റോപ്പ്, ഫ്രൂട്ട് നെയിം ഈസ് കേർലി ബ്രാക്കറ്റിനകത്ത് ഫ്രൂട്ട് നെയിം. ഓക്കെ. ഇനി നമുക്ക് സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഈസ് ഈക്വൽ ടു ഫ്രൂട്ട് കൗണ്ട്, അതായത് 22. അതുപോലെ സ്റ്റോറേജ് ടെമ്പറേച്ചർ ഈസ് 30.8, അതായത് ഇവിടെ സ്റ്റോറേജ് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസ് ഫ്രൂട്ട് ഡിഫക്റ്റീവ്, അതിൻ്റെ വാല്യൂ ഫ്രൂട്ട് ഡിഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഫ്രൂട്ട് നെയിം ഈസ് ആപ്പിൾ, ഫ്രൂട്ട് നെയിം. കണ്ടില്ലേ. സോ ഇവിടെ നമ്മൾ കൊടുത്ത എല്ലാ വേരിയബിൾസിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഇനി നമ്മുടെ ഈ വേരിയബിൾ ഏത് ടൈപ്പാണെന്ന് നിങ്ങൾക്കറിയത്തില്ല എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേരിയബിളിൻ്റെ ടൈപ്പ് തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് പ്രിൻ്റ് ബ്രാക്കറ്റിനകത്ത് ടൈപ്പ്, അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് ഏത് വേരിയബിളാണോ അത് കൊടുക്കുക, ഫ്രൂട്ട് കൗണ്ട് കൊടുക്കുക. ഓക്കെ. നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു ലൈനിനെ കമൻറ്റ് ചെയ്യാം. സോ അത് പ്രിൻ്റ് ആവത്തില്ല. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇവിടെ ക്ലാസ് ഇൻറ്റ് എന്ന് പറഞ്ഞു വരുന്നുണ്ടല്ലേ. സോ ബേസിക്കലി ഈ ഫ്രൂട്ട് കൗണ്ട് എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പാണ്. നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എഫ് സ്ട്രിങ് വെച്ചിട്ട് ഒന്ന് പ്രിൻ്റ് ചെയ്യാം, ടൈപ്പ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്ന വേരിയബിൾ ടൈപ്പ് ഈസ് ടൈപ്പ്, ഏത് വേരിയബിളാണോ അതിൻ്റെ ടൈപ്പ്. ഓക്കെ. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, വേരിയബിൾ ടൈപ്പ് ഈസ് ക്ലാസ് ഇൻറ്റ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് ഏതാണെന്ന് നോക്കാം. ഓക്കെ. സേവ് ചെയ്യുക, റൺ ചെയ്യുക. കണ്ടില്ലേ, വേരിയബിൾ ടൈപ്പ് ഈസ് ക്ലാസ് ഫ്ലോട്ട്. ഇനി നമുക്ക് ഇതൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ. റൺ ചെയ്യുക. കണ്ടില്ലേ, ക്ലാസ് ബൂൾ. അതുപോലെ ഫ്രൂട്ട് നെയിം ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ. റൺ ചെയ്ത് നോക്കാം. ക്ലാസ് സ്ട്രിങ് ആണെന്ന് പറഞ്ഞു തന്നല്ലേ. സോ ഇങ്ങനെയാണ് നമുക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നതും വേരിയബിൾസ് യൂസ് ചെയ്യുന്നതും പ്രിൻ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ വേരിയബിൾസിൻ്റെ ടൈപ്പ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, എന്നാലും ഞാൻ പറയുകയാണ്. നമ്മൾ വേരിയബിൾസിന് പേര് കൊടുക്കുന്ന സമയത്ത് കുറച്ച് സ്റ്റാൻഡേർഡ്സ് കഴിയുന്നതും ഫോളോ ചെയ്യാൻ നോക്കുക. സാധാരണ ബിഗിനേഴ്സ് കാണിക്കുന്ന വലിയ ഒരു മിസ്റ്റേക്കാണ്.
മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എറർ ഒന്നും കാണിക്കത്തില്ല. പക്ഷേ ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ വേറൊരാൾ നിങ്ങളുടെ കോഡ് വായിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ വേരിയബിൾസ് തന്നെ നോക്കിക്കോളൂ. ഫ്രൂട്ട് കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ വായിക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും അത് ഫ്രൂട്ട്സിൻ്റെ കൗണ്ട് ആണെന്ന്. അല്ലാതെ എഫ്‌സി എന്ന് പറഞ്ഞിടുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും ഫ്രൂട്ട് കൗണ്ടിനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഈ വേറൊരാൾ ഇത് വായിക്കുമ്പോഴത്തേക്കും ഇത് എന്തിനാണ് ഈ എഫ്‌സി ഇട്ടേക്കുന്നത്? എന്താണ് ആ എഫ്‌സി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അതുപോലെ തന്നെ സ്റ്റോറേജ് ടെമ്പറേച്ചർ 30.8 അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ടെമ്പറേച്ചർ വാല്യൂ ആണ് ആ ഒരു വേരിയബിൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ ഈസ് ഡിഫെക്റ്റീവ്. ഈസ് എന്ന് ഫ്രണ്ടിൽ ചേർക്കുമ്പോഴത്തേക്കും ഒരു യെസ് ഓർ നോ വാല്യൂ അല്ലെങ്കിൽ ഒരു ട്രൂ ഓർ ഫാൾസ് വാല്യൂ ആണെന്ന് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഫ്രൂട്ട് നെയിം അതൊരു സ്ട്രിംഗ് ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. സോ കഴിയുന്നതും ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ 2 വേർഡ്സ് ഉണ്ടെങ്കിൽ വേരിയബിളിൽ 2 വേർഡ്സ് ഉണ്ടെങ്കിൽ എല്ലാം സ്മോൾ ലെറ്ററിൽ ഇടുക. എന്നിട്ട് ഈ 2 വേർഡ്സിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു അണ്ടർസ്കോർ ഇടുക. കഴിയുന്നതും അങ്ങനെ ഇടുകയാണെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യാൻ നേരത്ത് ഒരു ഈക്വൽ ടു ഇടുമല്ലോ. ആ ഈക്വൽ ടുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ സ്പേസ് കൊടുക്കുക. അതും നമ്മളെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എഫ് സ്ട്രിംഗ് വേണ്ട. ജസ്റ്റ് ആ ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രം പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ. സോ ഞാനിവിടെ ഒന്ന് റൺ ചെയ്യുകയാണ്. ഓക്കെ. സോ ആപ്പിൾ ഈസ് എ സ്വീറ്റ് ഫ്രൂട്ട്. ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ എന്നൊന്നുമല്ലേ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ക്യാപിറ്റൽ ലെറ്റർ ആക്കണമെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള ഒരു വൺ വേർഡ് ഫംഗ്ഷൻ ഉണ്ട്. സ്ട്രിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വൺ വേർഡ് ഫംഗ്ഷൻ ഉണ്ട്. അതിന് ഈ വേരിയബിൾ നെയിം ഡോട്ട് അപ്പർ എന്ന് കൊടുക്കുക. 2 ബ്രാക്കറ്റ് കൊടുക്കുക. ഇനി നമ്മൾ സേവ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാ കാര്യങ്ങളും എല്ലാ ക്യാരക്ടേഴ്സും ക്യാപിറ്റൽ ആയിട്ടുണ്ടല്ലേ. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിലും ഇതിനെ ലോവർ കേസ് ആക്കാൻ പറ്റും. ഇതിനെ അപ്പറിന് പകരം ലോവർ എന്ന് കൊടുക്കുക. ഓക്കെ. ഇനി നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ എല്ലാ ക്യാരക്ടേഴ്സും ലോവർ കേസ് ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് എല്ലാ വേർഡ്സിൻ്റെയും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതേപോലെ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് ഈ ലോവർ മാറ്റിയിട്ട് ടൈറ്റിൽ എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ലൈനിലുള്ള ഇതാ കണ്ടില്ലേ എല്ലാ വേർഡ്സിൻ്റെയും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വേരിയബിളിൻ്റെ ലെങ്ത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അത് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഈ പ്രിൻറ്റിൻ്റെ ആദ്യത്തെ ആ ഒരു ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ലെൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ. സോ ബേസിക്കലി ഇത് ഈ ഫ്രൂട്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ. കണ്ടില്ലേ 43. ഇതിനകത്ത് 43 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇനി ഈ ഒരു സ്ട്രിങ്ങിനകത്ത് ഏതെങ്കിലും ഒരു ലെറ്റർ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഇ എന്ന് പറയുന്ന ലെറ്റർ എത്ര പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, പ്രിൻറ്റ് ഫ്രൂട്ട് ഡിസ്ക്രിപ്ഷൻ ഡോട്ട് കൗണ്ട് ബ്രാക്കറ്റിനകത്ത് ഏത് ലെറ്റർ ആണോ നമുക്ക് നോക്കേണ്ടത് അത് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ 4. ഈ ഒരു സ്ട്രിങ്ങിനകത്ത് ഇ എന്ന് പറയുന്ന അക്ഷരം ഇവിടെ 1, 2, 3 അതുപോലെ 4 പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ സാധാരണ പ്രോജക്റ്റിന് യൂസ് ചെയ്യുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. ഇനി പൈത്തൻ്റെ കേസിൽ ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒബ്ജക്ട്സ് ആണ്. ഈ ഫ്രൂട്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുന്നത്തെ സ്ക്രിപ്റ്റ് നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട് കൗണ്ട് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്. സ്റ്റോറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒബ്ജക്റ്റാണ്. ഈസ്റ്റ് ഡിഫെക്റ്റീവ് ഒരു ഒബ്ജക്റ്റാണ്. ഫ്രൂട്ട് നെയിം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്. അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡേറ്റയാണ്. അതുപോലെ തന്നെ ഈ ഒരു കേസിൽ ഫ്രൂട്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതും ഒരു ഒബ്ജക്റ്റാണ്. ഇനി ഇവിടെ നമ്മൾ ചെയ്തില്ലായിരുന്നു ഈ ഫങ്ഷൻസ് എല്ലാം അപ്പർ, ലോവർ, ഡോട്ട് ടൈറ്റിൽ, ഡോട്ട് കൗണ്ട്, ഇതെല്ലാം ആ ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ പുറത്ത് തന്നെ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ ഫങ്ഷൻസ് ആണ്. ഇതിനെ നമ്മൾ മെത്തേഡ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ പുറത്ത് തന്നെ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഈ മെത്തേഡ്സിൻ്റെ ലിസ്റ്റ് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ആ ഒരു വേരിയബിൾ നെയിം ഡിസ്ക്രിപ്ഷൻ ഡോട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കമാൻഡ് സ്പേസ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ താഴെ നമുക്കൊരു
പോപ്പപ്പ് വന്നിട്ട് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ മെത്തേഡ്സും വരും. ഞാനിപ്പം വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാടുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് പഠിക്കുക. ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് പഠിക്കുക. ഇതെല്ലാം നമുക്ക് ഈ ഒരു ഫ്രൂട്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് അതിൻ്റെ പുറത്ത് തന്നെ ആക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫങ്ഷൻസ് ആണ്. സോ ഇതിനെ മെത്തേഡ്സ് എന്ന് പറയുന്നു. ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം പറയാം. നമ്മൾ റിയൽ വേൾഡ് പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന വേറൊരു ഇഷ്യൂ ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു സ്ട്രിംഗ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിനിടയ്ക്കായിരിക്കും എപ്പോഴും നമ്മൾ സ്ട്രിങ് ഡിക്ലെയർ ചെയ്യുന്നത്. ഒന്നേ ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ ഇതുപോലെ സിംഗിൾ കോട്ട്സ്. ഓക്കെ, സോ നമ്മളിവിടെ ഡബിൾ കോട്ട്സ് കൊടുത്തിട്ട് ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്യുകയാണെന്ന് വെച്ചോളൂ. ഇൻ കേസ് ഈ ഒരു സ്ട്രിങ്ങിനകത്ത് ഒരു ഡബിൾ കോട്ട്സ് വന്നാൽ എന്ത് പറ്റും? അങ്ങനെ വരുന്ന സമയത്ത് ഈ രണ്ട് ഡബിൾ കോട്ട്സ്, ആദ്യത്തെ രണ്ട് ഡബിൾ കോട്ട്സിനിടയ്ക്ക് വരുന്ന സ്ട്രിങ്ങിനെ മാത്രമേ അതൊരു വേരിയബിളായിട്ട് എടുക്കത്തുള്ളൂ. ഇവിടെ ഇൻ കേസ് നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ഫ്രൂട്ട് ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം, എന്ത് പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഫ്രൂട്ട് ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ഒരു എറർ വന്നല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രിങ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എൻഡ് ചെയ്തു. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വന്ന കാര്യങ്ങളെല്ലാം ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് ആയിട്ടാണ്, ഇൻവാലിഡ് ആയിട്ടുള്ള കമാൻഡ് ആയിട്ടാണ് പൈത്തൺ കാണുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ രണ്ടാമത് വരുന്ന ഡബിൾ കോട്ട്സിനെ നമ്മൾ എസ്കേപ്പ് ചെയ്യണം. അതിനെ നമുക്കൊരു ജസ്റ്റ് സ്ട്രിങ് ആയിട്ട് തന്നെ കാണണമെങ്കിൽ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ബാക്ക് സ്ലാഷ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേവ് ചെയ്തിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, ആപ്പിൾ ഈസ് എ സ്വീറ്റ് ഫ്രൂട്ട്, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡബിൾ കോട്ട്സ് അതിനകത്ത്, അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ. സോ ഇങ്ങനെ നമുക്ക് എസ്കേപ്പ് ചെയ്യാവുന്നതാണ്. സോ ഇതിനെ നമ്മൾ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ എസ്കേപ്പ് ക്യാരക്ടർ എന്ന് പറയുന്നു. ബാക്ക് സ്ലാഷ് നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാക്ക് സ്ലാഷ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു ന്യൂ ലൈനായിട്ടായിരിക്കും ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ റൺ ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, ആപ്പിൾ ഈസ് സ്വീറ്റ് ഫ്രൂട്ട്, അതിൻ്റെ നെക്സ്റ്റ് ലൈനായിട്ടാണ് ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ വരുന്നത്. അതുപോലെ ബാക്ക് സ്ലാഷ് ടി കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ടാബ് ആഡ് ചെയ്യും, ഒരു ടാബ് സ്പേസിങ് ആഡ് ചെയ്യും. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ട്രിങ്ങിനകത്ത്, നിങ്ങളുടെ ഈ ഒരു സ്ട്രിങ്ങിനകത്ത് ശരിക്കും ഒരു ബാക്ക് സ്ലാഷ് ഉണ്ടെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എറർ കിട്ടും. സോ ഈ ബാക്ക് സ്ലാഷിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ബാക്ക് സ്ലാഷും കൂടെ കൊടുക്കുക. സോ ആദ്യത്തെ ബാക്ക് സ്ലാഷ് ഇതിനെ ഒരു എസ്കേപ്പ് സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഈ രണ്ടാമത്തെ ബാക്ക് സ്ലാഷിനെ ഒരു സാധാ സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. കണ്ടില്ലേ? ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രിങ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമുക്കൊരു ഫസ്റ്റ് നെയിം ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നെയിം ഇസ് ഈക്വൽ ടു സ്ട്രിങ് ജോൺ, സെക്കൻഡ് നെയിം ഈക്വൽ ടു ഡോ. നമുക്ക് ഇനി ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് നെയിം സ്പേസ് സെക്കൻഡ് നെയിം എന്ന വാല്യൂ ഉള്ള ഒരു വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. വളരെ സിമ്പിളാണ് പൈത്തണിൽ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുൾ അണ്ടർസ്കോർ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് അണ്ടർസ്കോർ നെയിം പ്ലസ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് വേണം അല്ലേ, ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് വേണം. സോ ഡബിൾ കോട്ട്സ്, അതായത് സ്ട്രിങ് പ്ലസ് സെക്കൻഡ് അണ്ടർസ്കോർ നെയിം. ഓക്കെ, സോ ഇവിടെ ബേസിക്കലി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 സ്ട്രിങ്സ് കൂട്ടി വെച്ചിട്ട് ഒരു ഫുൾ നെയിം ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ, അതായത് ജോൺ, അത് കഴിഞ്ഞിട്ട് പ്ലസ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്സ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കൂടാതെ നമ്മൾ ഇതിൻ്റെ നടുക്ക് ഒരു സ്പേസ് ആഡ് ചെയ്യുകയാണ്, അതും ഒരു സ്ട്രിങ് ആണ്. ആ സ്ട്രിങ് പ്ലസ് സെക്കൻഡ് നെയിം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ, അതായത് ഡോ. സോ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു ഫുൾ നെയിം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ടാക്കി. ഇനി നമുക്കതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, print f full name is curly ബ്രാക്കറ്റിനകത്ത് full underscore name. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഫുൾ നെയിം ഈസ് ജോൺ ഡോ. ഇനി നമുക്ക് വേണമെങ്കിൽ വേരിയബിൾ ഇല്ലാതെ തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. എഫ് സ്ട്രിങ് വെച്ചിട്ട് പ്രിൻറ്റ് എഫ് ഫസ്റ്റ് നെയിമിൻ്റെ വേരിയബിൾ നെയിം, അതായത് ഫസ്റ്റ് അണ്ടർസ്കോർ നെയിം സ്പേസ്, ഇത് ഓൾറെഡി ഒരു സ്ട്രിങ് ആണല്ലോ അല്ലേ. സോ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് നെയിം കേർലി ബ്രാക്കറ്റിനകത്ത്, അതുപോലെ സ്പേസ്, പിന്നെ കേർലി ബ്രാക്കറ്റിനകത്ത് സെക്കൻഡ് അണ്ടർസ്കോർ നെയിം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ജോൺ ഡോ എന്ന് നമുക്ക് വേറൊരു അഡീഷണൽ വേരിയബിൾ ഇല്ലാതെ തന്നെ നമുക്ക് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, സോ സ്ട്രിങ് തൽക്കാലത്തേക്ക് ഇത്രയും മതി. ഇനി നമുക്ക് നമ്പേഴ്സിൻ്റെ കേസ് നോക്കാം.
അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു ഫയൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ന്യൂവിൽ പോവാം. നമുക്ക് numbers.py എന്ന് പറയുന്ന ഫയൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് 2 ഇൻറ്റിജേഴ്സിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, number 1 is equal to 10, number 2 is equal to 5. ഇനി നമുക്കിതിൻ്റെ റിസൾട്ട് ഒന്നൊന്നായിട്ട് പ്രിൻറ്റ് ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യുന്ന അർത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പ്ലസ് മൈനസ് ഇൻറ്റു സ്ലാഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ വരുമെന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻറ്റ് num_1 പ്ലസ് num_2. ഓക്കെ, ഇത് നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതേ കണ്ടില്ലേ, 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഇവിടെ വന്നു. ഇനി നമുക്ക് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് സ്പേസ് കൊടുക്കാം, ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഒരു സ്പേസ് കൊടുക്കാം. എന്നിട്ട് num1 മൈനസ് num2 കണ്ടില്ലേ 5. ഇനി നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ നമുക്കൊന്ന് ഡിവൈഡും ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടില്ലേ, ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ ഡിവിഷൻ്റെ റിസൾട്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്പർ 2ൽ നിന്നും നമ്പർ 1നെ മൈനസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്പർ 2 മൈനസ് നമ്പർ 1. ഓക്കെ, അതിൻ്റെ റിസൾട്ട് -5 എന്ന് വന്നു. സോ ഈ മൈനസ് ഇല്ലാതെ നമുക്ക് ആ ഒരു ആബ്സല്യൂട്ട് വാല്യൂ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് തന്നെ ഒരു ബിൽറ്റ് ഇൻ ഫങ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പർ 2 മൈനസ് നമ്പർ 1 എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിൻ്റെ ആബ്സ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനിലൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ കിട്ടും. സോ ഇവിടെ കണ്ടില്ലായിരുന്നു, നേരത്തെ -5 ആയിരുന്നു. ഇപ്പം നമുക്ക് ഈ നമ്പർ 2 മൈനസ് നമ്പർ 1ൻ്റെ റിസൾട്ടിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ ആണ് നമ്മളിപ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വാല്യൂവിലെ ആബ്സല്യൂട്ട് ഓഫ് num2 മൈനസ് num1 എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിനെ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. അപ്പം ആബ്സല്യൂട്ട് റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് നമുക്കിതിനെ ഡയറക്റ്റായിട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, സെയിം റിസൾട്ട് തന്നെ നമുക്കിവിടെ കിട്ടും. ഇനി ഒരു കാര്യം തന്നെ നമുക്ക് പല രീതിയിൽ നമുക്ക് പൈത്തണിൽ എഴുതാൻ പറ്റും. ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്കിവിടെ num1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടല്ലേ, ആ ഒരു num1നെ ചെറിയൊരു മാറ്റം വരുത്താൻ പോവുകയാണെന്ന് വെച്ചോളൂ. num1 ഈസ് ഈക്വൽ ടു ആ സെയിം നമ്പറിനെ 15 കൂടെ ആഡ് ചെയ്യാമെന്ന് വെച്ചോളൂ. സോ പുതിയ num1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് num1 അതായത് 10 പ്ലസ് 15 ആയിരിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാൻ പറ്റും. num1 പ്ലസ് ഈക്വൽ ടു 15 എന്ന് എഴുതുകയാണെങ്കിലും num1 ഇസ് ഈക്വൽ ടു num1 പ്ലസ് 15 എന്ന് എഴുതുകയാണെങ്കിലും രണ്ടിൻ്റെയും റിസൾട്ട് ഒന്ന് തന്നെ ആയിരിക്കും. സോ ഇത് പ്ലസ് മാത്രമല്ല, ഇവിടെ നമുക്ക് മൈനസും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമുക്ക് എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും ഈ ഒരു ഫോർമാറ്റിൽ ചെയ്യാൻ പറ്റും. സെയിം കാര്യം തന്നെ ക്യാരക്ടേഴ്സ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. ഇനി മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് കുറച്ചുകൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്സിന് പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ മൊഡ്യൂൾ തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു മൊഡ്യൂൾ നമ്മുടെ കോഡിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് മാത്ത് എന്ന് പറഞ്ഞ നമ്മുടെ കോഡിൻ്റെ മുകളിൽ ആ ഒരു മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇതിലോട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ലൈബ്രറീസ് പറയുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഈ ഇമ്പോർട്ട് എന്തിനാണെന്നും ഈ മാത്ത് എന്താണെന്നും ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ 2 നമ്പേഴ്സിനെ കൊണ്ട് പല പല മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്തായിരുന്നു അല്ലേ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകാം. അതിന് നമുക്ക് തൽക്കാലത്തേക്ക് ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, തൽക്കാലത്തേക്ക് നമുക്ക് നമ്പർ 2നെ മാത്രം അവിടെ നിർത്താം. നമ്പർ 1 എന്ന് പറയുന്നത് ഒരു യൂസറിനെ കൊണ്ട് ഇൻപുട്ട് ചെയ്യിക്കാം. ഓക്കെ, സോ നമ്പർ 1 ഒരു യൂസറിനെ കൊണ്ട് ഇൻപുട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് എന്ന് പറയുന്ന ഫങ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്പർ 2 ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എൻ്റർ വാല്യൂ ഫോർ നമ്പർ 1, ഇത് നമ്മൾ യൂസറിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ്. ഓക്കെ, സോ ഈ കോഡ് റൺ ചെയ്യുന്ന സമയത്ത് യൂസറിനെ കാണിക്കും എൻ്റർ വാല്യൂ ഫോർ നമ്പർ 1 എന്ന്. അപ്പോൾ യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂ നമ്പർ 1 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ എന്നിട്ട് ഈ നമ്പർ 1ഉം നമ്പർ 2ഉം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ,
എന്നിട്ട് നമുക്ക് ഈ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യണമല്ലോ അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിൻറ്റും കൂടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ റിസൾട്ട് ഇസ് ഈക്വൽ ടു ഇവിടെ റിസൾട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ തന്നെ ഒരു എന്താ പറയുക, ഒരു യെല്ലോ അണ്ടർലൈൻ കാണിക്കുന്നുണ്ട്. സോ എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു കോഡിന്. എന്താണ് നമുക്ക് നോക്കാം, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം ആദ്യം. ഓക്കെ, സോ ആദ്യം നമ്മൾ റൺ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു മെസ്സേജ് വന്നു, എൻ്റർ വാല്യൂ ഫോർ നമ്പർ 1. നമുക്ക് നമ്പർ 1ന് 10 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം. എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു എറർ വന്നു. ഈ എറർ എന്ന് പറയുന്നത് നേരത്തെ പോലത്തെ സിൻറ്റാക്സ് എററല്ല, ടൈപ്പ് എററാണ്. സോ ടൈപ്പ് എറർ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസിൽ നമ്മൾ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസിലോ ഏതെങ്കിലും നമ്പേഴ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ വേരിയബിൾ ടൈപ്പ് അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പ് മിസ്മാച്ച് വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള എറേഴ്സ് വരുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ക്യാൻ ഓൺലി കൺകാറ്റിനേറ്റ് സ്ട്രിങ് നോട്ട് ഇൻറ്റ് ടു സ്ട്രിങ്. സോ സംതിങ് റിലേറ്റഡ് ടു സ്ട്രിങ് ആണ്. സോ ഇവിടെ പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചാൽ, ഒരു യൂസർ ഒരു ഡേറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ എൻ്റർ ചെയ്ത സമയത്ത് നമ്പർ 1-നകത്ത് അത് സ്റ്റോർ ചെയ്തായിരുന്നു അല്ലേ. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത്, യൂസർ എൻ്റർ ചെയ്യുന്നത് എപ്പോഴും സ്ട്രിങ് ഫോർമാറ്റിലായിരിക്കും. യൂസറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രിങ് ഫോർമാറ്റിൽ, സ്ട്രിങ് ടൈപ്പിലായിരിക്കും നമ്മുടെ പൈത്തൺ റിസീവ് ചെയ്യുന്നത്. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ഒരു ഡേറ്റ ടൈപ്പ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തായിരുന്നു അല്ലേ. സോ നമുക്ക് നമ്പർ 1ൻ്റെ ടൈപ്പ്, ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ വേരിയബിൾ ടൈപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. തൽക്കാലം ഞാനിത് കമൻറ്റ് ചെയ്യുകയാണ്. ഈ രണ്ട് സെൻറ്റൻസ് ഞാൻ കമൻറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ടൈപ്പ് എന്താണെന്ന് നോക്കാം. സോ ഞാനിപ്പോൾ റൺ ചെയ്യുകയാണ്. 10. സോ എൻ്റർ വാല്യൂ ഫോർ നമ്പർ 1 ഞാൻ 10 കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഈ നമ്പർ 1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. സോ ഒരു സ്ട്രിങ്ങും ഒരു ഇൻറ്റിജറും നമുക്കൊരിക്കലും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എറർ വന്നത്. സോ നമുക്ക് ഈ നമ്പറിനെ പല രീതിയിൽ നമുക്ക് എന്താ പറയുക, ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത്, സോ നമ്പർ 1-നെയാണ് നമുക്കിപ്പോൾ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ നമ്പർ 1 എന്നുള്ളത് ഇൻറ്റിജർ ആവും. ഓക്കെ, സോ ഇവിടെ ഒരു ഇൻറ്റിജർ ആവും, ഈ നമ്പർ 2 ഓൾറെഡി ഇൻറ്റിജർ ആണ്. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒരു മിസ്സിംഗ് ആണ്, റിസൾട്ടിൽ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കോഡ് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്പർ 1 നമുക്ക് കൊടുക്കാം 10. സോ നമ്പർ ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ സ്ട്രിങ് ആണെങ്കിലും അത് താഴേക്ക് വന്ന് നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഫംഗ്ഷൻ കാരണം നമ്മളത് ഇൻറ്റിജർ ആക്കും. അതുകൊണ്ടാണ് ഇവിടെ സ്ട്രിങ് എന്ന് കാണിച്ചിട്ട് താഴെ റിസൾട്ട് 15 കാണിച്ചത്. ഇനി നമുക്ക് വേണമെങ്കിൽ കൺഫ്യൂഷൻ മാറ്റണമെങ്കിൽ നമ്പർ 1 ഈസ് ഈക്വൽ ടു ഇൻറ്റിജർ ഓഫ് നമ്പർ 1 എന്ന് നമുക്കിവിടെ മാറ്റി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇൻറ്റിജർ മാറ്റണ്ട, ഓൾറെഡി ഈ ഒരു നമ്പർ 1 എന്ന് പറയുന്നത് ഇൻറ്റിജർ ആവും. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ഇവിടെ നമ്പർ 1ൻ്റെ ഡേറ്റ ടൈപ്പ് ഒന്നുകൂടെ പ്രിൻറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ നമ്പർ 1 പ്രിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആദ്യം നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന ടൈപ്പ് ഇവിടെ കൺവേർഷന് മുമ്പേ ആദ്യം നമ്മൾ പ്രിൻറ്റ് ചെയ്യപ്പോഴത്തേക്കും നമ്പർ 1 എന്ന് പറയുന്നത് സ്ട്രിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻറ്റിജറിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ ടൈപ്പ് പ്രിൻറ്റ് ചെയ്തപ്പോഴത്തേക്കും അത് ഇൻറ്റിജറായി. പിന്നെ നമ്മൾ റിസൾട്ട് 2 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്ത് റിസൾട്ട് പ്രിൻറ്റ് ചെയ്തു. സോ ഇങ്ങനെ നമുക്ക് ഇൻറ്റിജറിലേക്ക് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഫ്ലോട്ടിലോട്ട് മാറ്റാം, നമുക്ക് സ്ട്രിങ്ങിലേക്ക് മാറ്റാം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് മാറ്റാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതിൽ ഫ്ലോട്ട്, ഇൻറ്റിജർ, സ്ട്രിങ് അല്ലാതെ ഒരു ഡേറ്റ ടൈപ്പ് കൂടിയുണ്ട്, അതായത് ബൂളിയൻ. അത് നമ്മൾ ഓരോ വാല്യൂസിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കൺവേർഷനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ട്രിക്കിയാണ്. സോ അതിന് നമുക്ക് വേറൊരു ഫയലിലേക്ക് പോവാം. ബൂളിയൻ എക്സാമ്പിൾ. ഓക്കെ, ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ബൂളിയൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, ഒരു വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഒരു വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കേസാണെങ്കിൽ അത് എപ്പോഴും ട്രൂ ആയിരിക്കും. വാല്യൂ ഇല്ലാത്ത കേസാണെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. 1-2 എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു വേരിയബിൾ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, സോ വേരിയബിൾ _1 ഈസ് ഈക്വൽ ടു തൽക്കാലം നമുക്ക് എന്താ പറയുക 0 എന്ന് പറയുന്ന ഒരു നമ്പർ കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബൂളിയനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വാല്യൂവിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് ട്രൂ ആയിരിക്കും. ഇപ്പോൾ വാല്യൂ ഇല്ല, പ്രസൻറ്റ് അല്ല, നണ്ണാണ് എങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. ഈ ഒരു കേസിൽ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് മീൻസ് അതിനകത്ത് വാല്യൂ ഇല്ല, 0 ആണ്. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. ഇനി ഇതിന് പകരം നമുക്കൊരു എംപ്റ്റി സ്ട്രിങ് കൊടുത്ത് നോക്കാം. ഇതിനകത്തും വാല്യൂ ഒന്നും ഇല്ല അല്ലേ, അതുകൊണ്ട് നമ്മളിത് റൺ ചെയ്യുന്ന സമയത്ത് അതും ഫോൾസ് ആയിരിക്കും. ഇനി ഇതല്ല, നണ്ണെന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് തന്നെയുണ്ട്. അത് നൾ സ്റ്റേറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഒരു സ്പെഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് റൺ ചെയ്യുമ്പോഴും ഫോൾസ് കിട്ടും. ഇനി നമുക്ക് തൽക്കാലത്തേക്ക് ഒരു 1 കൊടുത്തു നോക്കാം, എന്തെങ്കിലും ഒരു നമ്പർ, ഒരു 12 കൊടുത്തു നോക്കാം, അത് റൺ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് ട്രൂ ആയിട്ട് കാണിക്കും. ഇനി ഇൻറ്റിജറിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു 12.25 അല്ലെങ്കിൽ 32 എന്തെങ്കിലും കൊടുത്തു നോക്കാം. സോ അത് ട്രൂ കാണിക്കും, കാരണം അതിനകത്ത് എന്തോ ഉണ്ട്, വാല്യൂ ഉണ്ട്. ഇനി ഇതിന് പകരം നമുക്കൊരു സ്ട്രിങ് കൊടുത്തു നോക്കാം. സോ ഹലോ എന്ന് കൊടുത്തു നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രൂ കിട്ടും. സോ ഈ ബൂളിയൻ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത് നമ്മൾ ഭാവിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരുപാട് കണ്ടീഷൻസിലും കാര്യങ്ങളിലും നമ്മൾ ഇത് യൂസ് ചെയ്യും. സോ ഇതും നല്ല രീതിയിൽ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി ഈ ബൂളിയൻ ഔട്ട്പുട്ടായിട്ട് വരുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ 2 നമ്പേഴ്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ബൂളിയൻ ആയിരിക്കും, ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമ്പിൾ പറയാം നമുക്ക്. തൽക്കാലത്തേക്ക് വേരിയബിൾ 1ന് നമുക്ക് 10 എന്ന് കൊടുക്കാം. ഓക്കെ, അതൊരു ഇൻറ്റിജറാണ്. ഇനി വേരിയബിൾ 2ന് നമുക്ക് വേറൊരു വാല്യൂ കൊടുക്കാം, തൽക്കാലം 5 എന്ന് കൊടുക്കാം. ഇനി ഈ 2 നമ്പേഴ്സിനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, സോ പ്രിൻറ്റ് ഇവിടെ വേരിയബിൾ 1 ഗ്രേറ്റർ ദാൻ വേരിയബിൾ 2 എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മളിവിടെ വേരിയബിൾ 1 ഗ്രേറ്റർ ദാൻ വേരിയബിൾ 2 ആണോ എന്ന് ഇവൻ ചെക്ക് ചെയ്യുകയാണ്. സോ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് കണ്ടില്ലേ, ട്രൂ ആണ്. എന്ന് വെച്ചാൽ വേരിയബിൾ 2 10 5-നേക്കാളും വലുതാണ്. സോ ഇനി നമുക്ക് വേരിയബിൾ 1 വാല്യൂ നമുക്ക് വേണമെങ്കിൽ 1 കൊടുക്കാം, വേരിയബിൾ 2 5 ആണ്. സോ ഇനി നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം, വേരിയബിൾ 1 ഗ്രേറ്റർ ദാൻ വേരിയബിൾ 2 ആണോ എന്ന്. റൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഫോൾസ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടിയല്ലേ. ഇതുപോലെ തന്നെ ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഗ്രേറ്റർ ദാൻ ആണോ, ലെസ് ദാൻ ആണോ, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ, ഈക്വൽ ടു ആണോ, ഇങ്ങനെ പല പല കണ്ടീഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒന്നൊന്നായിട്ട് പ്രിൻറ്റ് ചെയ്ത് നോക്കാം, എന്തായിരിക്കും റിസൾട്ട് എന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ വേരിയബിൾ 2 ലെസ് ദാൻ വേരിയബിൾ 2 ആണോ, വേരിയബിൾ 1 ലെസ് ദാൻ വേരിയബിൾ 2 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ വേരിയബിൾ 1 ഈക്വൽ ടു വേരിയബിൾ 2 ആണോ എന്ന് നമുക്ക് നോക്കാം. ഇനി വേരിയബിൾ 1 നോട്ട് ഈക്വൽ ടു വേരിയബിൾ 2 ആണോ എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ കണ്ടില്ലേ, സോ വേരിയബിൾ 1 ഗ്രേറ്റർ ദാൻ വേരിയബിൾ 2 ആണോ, അല്ല, അതുകൊണ്ട് ഫോൾസ് വന്നു. അതുപോലെ തന്നെ വേരിയബിൾ 1 ലെസ് ദാൻ വേരിയബിൾ 2 ആണോ, ആണ്, അതുകൊണ്ട് ട്രൂ വന്നു. ഇനി വേരിയബിൾ 1 ഈക്വൽ ടു വേരിയബിൾ 2 ആണോ, രണ്ട് നമ്പേഴ്സ് ആണ്, അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഫോൾസ് ആണ്. ഇനി വേരിയബിൾ 1 നോട്ട് ഈക്വൽ ടു വേരിയബിൾ 2 ആണോ, അഗെയിൻ രണ്ടും 2 നമ്പേഴ്സ് ആണ്, അതുകൊണ്ട് ട്രൂ വന്നു. നോട്ട് ഈക്വൽ ടു ആണ്, അതുകൊണ്ട് ഇവിടെ ട്രൂ വന്നു. സോ ഈ കണ്ടീഷൻസും നമ്മൾ ഒരുപാട് പ്രത്യേകിച്ച് ഈ കണ്ടീഷനിലൊക്കെ നമ്മൾ ഒരുപാട് ഈ ബൂളിയൻ നമ്മളിങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇതും ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് പൈത്തണിൽ ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് ഇഫ് കണ്ടീഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇതെന്ന് പറയുന്നത് ഒരു ബൂളിയൻ എക്സ്പ്രഷനാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇഫ് കണ്ടീഷൻ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ആദ്യം ഒരു കാര്യം ചെയ്യാം, ഒരു വേരിയബിൾ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു വേരിയബിളിന് തൽക്കാലം നമുക്ക് 105 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എയർ ക്വാളിറ്റിയുടെ വാല്യൂ 100-ന് മുകളിലാണെങ്കിൽ നോട്ട് ഹെൽത്തി എന്ന് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, തൽക്കാലം നമുക്ക് അത്രയും ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇഫ്, എന്നിട്ട് വേരിയബിൾ നെയിം ക്വാളിറ്റി, എയർ ക്വാളിറ്റി ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ, സോ ഇത് ഒരു ബൂളിയൻ എക്സ്പ്രഷനാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നേ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു കോളൻ കൊടുക്കണം. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സാധാരണ ബിഗിനേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. ഓക്കെ, ട്രൂ
അല്ലെങ്കിൽ ഇഫ് ഫോൾസ്. ഈ ഒരു സിറ്റുവേഷനിൽ ഇത് ട്രൂ ആണ്, കാരണം ഇതിൻ്റെ വാല്യൂ 105 ആയതുകൊണ്ട് 105 ഗ്രേറ്റർ ദാൻ 100 ആണ്. ഓക്കെ, ഇനി നമുക്ക് എൻ്റർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, വളരെയധികം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കഴ്സർ കുറച്ച് സ്പേസ്, അതായത് ഇഫിൻ്റെ ആ ഒരു ലെവലിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ആ ഒരു കഴ്സർ വന്ന് നിൽക്കുന്നത് അല്ലേ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇഫ് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്തൊക്കെ റൺ ചെയ്യണം എന്ന് നമ്മൾ ഈ ഒരു ഇൻഡൻറ്റേഷൻ കഴിഞ്ഞിട്ട്, ഈ ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. സോ ഇവിടെ പ്രിൻറ്റ് എയർ ക്വാളിറ്റി ലോ എന്ന് നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചോളൂ. എന്നിട്ട് നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോഴും ഈ ഒരു സെയിം ഇൻറ്റൻറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്, ഈ പ്രിൻറ്റിൻ്റെ സെയിം ഇൻറ്റൻറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ അടുത്ത കോഡ് കൊടുത്താലും, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താലും അത് ഈ ഇഫിൻ്റെ കൂടെ ആയിരിക്കും റൺ ആവുന്നത്. ഇപ്പോൾ പ്രിൻറ്റ് ടേൺ ഓൺ എയർ പ്യൂരിഫയർ എന്നും കൊടുത്തു. സോ ഈ രണ്ട് പ്രിൻറ്റും ഒരേ ഇൻറ്റൻറ്റിലാണ് നിൽക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഈ എയർ ക്വാളിറ്റി ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ ഇത് രണ്ടും റൺ ആവും. ഇനി നമുക്ക് ഈ ഇഫിന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഈ ഇഫിൻ്റെ അതേ ലെവലിൽ നമ്മൾ അടുത്ത കോഡ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം. അവിടെ നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് പ്രോഗ്രാം എക്സിക്യൂട്ടഡ് കംപ്ലീറ്റ്ലി എന്ന് നമുക്ക് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായിരിക്കും റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. സോ ഇത് റൺ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കോഡ് ആദ്യം മുതലേ റൺ ആവും. സോ ആദ്യം എയർ ക്വാളിറ്റി എന്ന് പറയുന്ന വേരിയബിളിൽ 105 വാല്യൂ കൊടുക്കും. എന്നിട്ട് ഇവിടെ ഈ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും, ഗ്രേറ്റർ ദാൻ 100 ആണോ അല്ലയോ എന്ന്. ഇതിപ്പോൾ 105 ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 100 ആണ്. അതുകൊണ്ട് ഇഫ് കണ്ടീഷൻ അകത്ത് കിടക്കും. എന്നിട്ട് ഈ രണ്ട് കമാൻഡ് റൺ ചെയ്യും. രണ്ടും പ്രിൻ്റാണ്. സോ അത് രണ്ടും ഇവിടെ പ്രിൻ്റായി, എയർ ക്വാളിറ്റി ലോ അതുപോലെ ടേൺ ഓൺ എയർ പ്യൂരിഫയർ, ഈ രണ്ട് ലൈനും റൺ ആവും. അത് കഴിഞ്ഞിട്ട് ഇഫ് കണ്ടീഷന് പുറത്ത് കിടന്നിട്ട് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും ഇത് റൺ ആവും. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കിവിടെ ഒരു വാല്യൂ 95 കൊടുത്തു നോക്കാം, എന്ത് പറ്റുമെന്ന് നമുക്ക് അറിയാം. റൺ ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ എന്താണ് ഔട്ട്പുട്ട്? പ്രോഗ്രാം എക്സിക്യൂട്ടഡ് കംപ്ലീറ്റ്ലി മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം ഇവിടെ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഇഫ് കണ്ടീഷൻ അകത്ത് കയറിയില്ല. അതുകൊണ്ട് ഇത് രണ്ടെണ്ണം റൺ ആയില്ല, ഇത് മാത്രമേ റൺ ആയുള്ളൂ. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇഫ് എയർ ക്വാളിറ്റി ഗ്രേറ്റർ ദാൻ 100 കൊടുത്തു, അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റണമെന്ന് പറഞ്ഞു. ഇനി എയർ ക്വാളിറ്റി ഗ്രേറ്റർ ദാൻ 100 അല്ല എങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു എൽസ് കണ്ടീഷനും കൂടെ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എൽസ് എന്നിട്ട് കോളൻ ഇടുക. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എൽസിൻ്റെ ഇന്നർ ഇൻറ്റൻറ്റിലേക്ക് പോവുക. എന്നിട്ട് ഇവിടെ പ്രിൻറ്റ് എയർ ക്വാളിറ്റി ഈസ് ഗുഡ് എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുന്ന സമയത്ത് എയർ ക്വാളിറ്റിയുടെ വാല്യൂ 95 ആയി. എന്നിട്ട് എയർ ക്വാളിറ്റി ഗ്രേറ്റർ ദാൻ 100 ആണോ എന്ന് നോക്കും. പക്ഷേ എയർ ക്വാളിറ്റി ഗ്രേറ്റർ ദാൻ 100 അല്ല, അതുകൊണ്ട് ഇവിടെ ഫോൾസ് ആണ്. അതുകൊണ്ട് ഇഫിനകത്ത് കയറത്തില്ല, പകരം എൽസിനകത്ത് കയറും. എൽസിനകത്ത് എയർ ക്വാളിറ്റി ഈസ് ഗുഡ്, അതാണ് നമ്മളിവിടെ കാണുന്നത്. അത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ അതിന് പുറത്തിറങ്ങും. അതായത് ഈ രണ്ട് കണ്ടീഷനും പുറത്തിറങ്ങിയിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ടഡ് കംപ്ലീറ്റ്ലി എന്ന് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. ഈ ഇൻഡൻറ്റേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഞാൻ ഈ ഒരു സ്പേസ് റിമൂവ് ചെയ്യുകയാണെന്ന് വെച്ചോളൂ. ഇവിടെ ഇപ്പോൾ രണ്ട് ഇൻറ്റൻറ്റിലാണ് കിടക്കുന്നത്. പ്രിൻറ്റും ഈ ഒരു പ്രിൻറ്റും രണ്ട് ഇൻറ്റൻറ്റിലാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും എറർ വരും. കണ്ടില്ലേ, ഇൻഡൻറ്റേഷൻ എറർ. നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ സിൻറ്റാക്സ് എററും ടൈപ്പ് എററും പോലത്തെ പൈത്തണിൽ കോമൺ ആയിട്ട് എപ്പോഴും കാണുന്ന ഒരു എററാണ് ഇൻഡൻറ്റേഷൻ എറർ. സോ നമ്മളെപ്പോഴും ഓരോ ഇൻറ്റൻറ്റും വളരെ അധികം സൂക്ഷിച്ച് വേണം നമുക്കിവിടെ പൈത്തൺ കോഡ് ചെയ്യുന്ന സമയത്ത് സ്പേസ് കൊടുക്കാൻ അല്ലെങ്കിൽ ടാബ് കൊടുക്കാനും. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടാബ് അല്ലെങ്കിൽ സ്പേസ് യൂസ് ചെയ്യാം. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് മാത്രം യൂസ് ചെയ്യുക. ഇനി ഇഫ് കണ്ടീഷനകത്ത് ഇഫും എൽസും മാത്രമല്ല, വേണമെങ്കിൽ എലിഫ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ കണ്ടീഷൻ കൊടുക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ എയർ ക്വാളിറ്റി ഗ്രേറ്റർ ദാൻ 100 ആണോ അതോ അല്ലയോ എന്ന് മാത്രമാണ് നോക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എയർ ക്വാളിറ്റി ലെസ് ദാൻ 50 ആണോ എന്നും കൂടെ വേണമെങ്കിൽ നോക്കാം. അതിന് വേണ്ടിയിട്ട് എലിഫ് എയർ ക്വാളിറ്റി ലെസ് ദാൻ 50 എന്നിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ കോഡ്സ് കൊടുക്കുക. എന്നിട്ട് താഴെ പ്രിൻറ്റ് എയർ ക്വാളിറ്റി ഈസ് പെർഫെക്റ്റ് എന്നും കൂടെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എയർ ക്വാളിറ്റിയുടെ വാല്യൂ വേണമെങ്കിൽ നമുക്കൊരു 35 കൊടുക്കാം. എന്നിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടില്ലേ,
പ്രോഗ്രാം എക്സിക്യൂട്ടഡ് കംപ്ലീറ്റ്ലി, എയർ ക്വാളിറ്റി ഈസ് പെർഫെക്റ്റ്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനകത്തോട്ടാണ് കയറിയിരിക്കുന്നത്. സോ ആദ്യം കോഡ് റൺ ചെയ്യുന്ന സമയത്ത് എയർ ക്വാളിറ്റി ഗ്രേറ്റർ ദാൻ 100 ആണോ എന്ന് നോക്കും. അല്ല, അതുകൊണ്ട് അതിൽ നിന്നും അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. എയർ ക്വാളിറ്റി ലെസ് ദാൻ 50 ആണോ എന്ന് നോക്കും. ആണ്, അതുകൊണ്ട് ഈ ഒരു കോഡ് പ്രിൻറ്റ് ചെയ്യും. ഇവിടെ ട്രൂ ആയതുകൊണ്ട് പിന്നെ എൽസിലേക്ക് പോകത്തില്ല. എന്നിട്ട് ഈ എല്ലാ കണ്ടീഷനും പുറത്ത് കിടക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യും. പ്രോഗ്രാം എക്സിക്യൂട്ടഡ് കംപ്ലീറ്റ്ലി എന്ന് പ്രിൻറ്റ് ചെയ്യും. സോ ഇങ്ങനെയാണ് ഈ ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത്. ഈ ഇഫ് കണ്ടീഷൻ സംഭവം സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഓരോ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള ഇഫ് കണ്ടീഷൻ. നമ്മൾ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ സിമ്പിൾ എക്സാമ്പിളായിട്ട് തോന്നും. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയൽ ലൈഫ് സിനാറിയോസിൽ കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ ഈ സിമ്പിൾ ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ഇഫ് കണ്ടീഷൻ നമുക്ക് വേറൊരു രീതിയിൽ എഴുതി നോക്കാം. ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇഫ് പുതിയൊരു ഫയൽ തുടങ്ങാം. ഇഫ് കണ്ടീഷൻ 2. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ 2 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് ബൂളിയൻ ടൈപ്പാണ്. ഓക്കെ, സോ ഒന്ന് ഹാസ് എക്സ്പീരിയൻസ് ഇസ് ഈക്വൽ ടു ട്രൂ. തൽക്കാലം നമുക്ക് ട്രൂ എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം. ഓക്കെ, അടുത്ത ഹാസ് സർട്ടിഫിക്കേഷൻ, അതും നമുക്ക് ട്രൂ എന്ന് കൊടുക്കാം. ഇവിടെ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കാൻ പോവുകയാണ്. അതായത് സർട്ടിഫിക്കേഷനും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ ഒരു ജോബിന് എലിജിബിൾ ആണെന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. ഏതെങ്കിലും ഒന്ന് ഇല്ല എങ്കിൽ നോട്ട് എലിജിബിൾ ആണെന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എഴുതിയ ഇഫ് കണ്ടീഷൻ തന്നെ യൂസ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇഫ് ഹാസ് എക്സ്പീരിയൻസ് ആൻഡ് ഹാസ് സർട്ടിഫിക്കേഷൻ എന്ന് നമ്മൾ കണ്ടീഷൻ കൊടുക്കും. എന്ന് വെച്ചാൽ ഹാസ് എക്സ്പീരിയൻസ് ട്രൂ ആണ് ആൻഡ് ഹാസ് സർട്ടിഫിക്കേഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഈ ഒരു കണ്ടീഷനിലേക്ക് കിടക്കും. സോ ഇവിടെ നമുക്ക് പ്രിൻ്റ് ചെയ്യാം എലിജിബിൾ ഫോർ ജോബ്. ഓക്കെ, അല്ല എങ്കിൽ എൽസ് പ്രിന്റ് നോട്ട് എലിജിബിൾ ഫോർ ജോബ് എന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ഹാസ് എക്സ്പീരിയൻസും ഹാസ് സർട്ടിഫിക്കേഷൻ്റെയും വാല്യൂ ട്രൂ ആണ്. അതുകൊണ്ട് നമുക്കിത് റൺ ചെയ്യുമ്പോഴത്തേക്കും എലിജിബിൾ ഫോർ ജോബാണ് വരുന്നത്. കണ്ടില്ലേ? കാരണം ഇവിടെ ഈ ഒരു കണ്ടീഷൻ ഇത് ട്രൂ ആണ് ആൻഡ് ഇതും ട്രൂ ആണ്, ഇത് രണ്ടും ട്രൂ ആണ്. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷനകത്തേക്ക് കയറി. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഹാസ് എക്സ്പീരിയൻസ് ഫോൾസ് കൊടുത്ത് നോക്കാം. എന്ത് പറ്റുമെന്ന് നോക്കാം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നോട്ട് എലിജിബിൾ ഫോർ ജോബാണ് കാണിക്കുന്നത്. കാരണം ഇപ്പോൾ ഹാസ് എക്സ്പീരിയൻസ് ഫോൾസും ഇത് ട്രൂ ആണ്. സോ ഫോൾസ് ആൻഡ് ട്രൂ, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഫോൾസ് ആയിരിക്കും. അതുകൊണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല. അതുകൊണ്ട് എൽസിനകത്തേക്ക് പോയി. അതുകൊണ്ടാണ് ഈ നോട്ട് എലിജിബിൾ ഫോർ ജോബ് പ്രിൻ്റ് ചെയ്ത് കാണിച്ചത്. ഇത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചും കൊടുത്തു നോക്കാം. ട്രൂ, അതുപോലെ തന്നെ ഇവിടെ ഫോൾസും കൊടുത്തു നോക്കാം. എന്നിട്ട് നമുക്ക് റൺ ചെയ്യാം. സെയിം റിസൾട്ട് തന്നെ ആയിരിക്കും, നോട്ട് എലിജിബിൾ ഫോർ ജോബ്. കാരണം ഇത് ട്രൂ ആണ്, പക്ഷേ ഇത് ഫോൾസ് ആണ്. അതുകൊണ്ട് നോട്ട് എലിജിബിൾ ഈ ഒരു കണ്ടീഷനകത്തേക്ക് പോയി. ഇനി ഇവിടെ നമ്മൾ ആൻഡിന് പകരം ഓർ കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഇവിടെ നമ്മൾ റൺ ചെയ്യുകയാണ്. അപ്പോൾ എലിജിബിൾ ഫോർ ജോബാണ് കാണിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓർ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. ഹാസ് സർട്ടിഫിക്കേഷൻ ഫോൾസ് ആണെങ്കിലും ഹാസ് എക്സ്പീരിയൻസ് ട്രൂ ആയതുകൊണ്ട് ഈ ഒരു കണ്ടീഷനകത്തേക്ക് കടന്നു. സോ ഇത് രണ്ടും ഫോൾസ് ആണെങ്കിൽ മാത്രമേ ഈ കണ്ടീഷൻ ഫോൾസ് ആവത്തുള്ളൂ. ഈ മൊത്തത്തിൽ ഈ ഒരു ഇഫ് കണ്ടീഷൻ ഫോൾസായി ഈ എൽസിലേക്ക് പോകത്തുള്ളൂ. സോ ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഹാസ് എക്സ്പീരിയൻസും ഹാസ് സർട്ടിഫിക്കേഷൻ ഇപ്പോൾ ഫോൾസ് ആണ്. അതുകൊണ്ട് ഔട്ട്പുട്ട് നോട്ട് എലിജിബിൾ ഫോർ ജോബാണ്. കണ്ടില്ലേ? ഇനി ആൻഡ് ഓറും അല്ലാതെ നമുക്ക് നോട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടെ കൊടുക്കാൻ പറ്റും. ഈസ് ഫ്രഷർ എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചോളൂ. ഞാൻ ട്രൂ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കണ്ടീഷൻ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു കണ്ടീഷനെ കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. എന്നിട്ട് ആൻഡ് നോട്ട് ഈസ് ഫ്രഷർ എന്നും കൂടെ ഞാൻ കൊടുക്കുകയാണ്.
സോ ഇവിടെ നമ്മൾ റൺ ചെയ്യുമ്പോഴത്തേക്കും എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടെ നോട്ട് എലിജിബിൾ ഫോർ ജോബിലാണ് കയറിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹാസ് എക്സ്പീരിയൻസ് ഓർ ഹാസ് സർട്ടിഫിക്കേഷൻ ഇതാണ് നമ്മൾ ബ്രാക്കറ്റിൽ കിടക്കുന്നത്. ഇതായിരിക്കും ആദ്യം റൺ ചെയ്യുന്നത്. ഈ ഒരു എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. സോ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്താലും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഫോൾസ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷനകത്തേക്ക് കയറത്തില്ല. പകരം ഈ ഒരു എൽസ് ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ മാറ്റി ട്രൂ കൊടുക്കുകയാണെന്ന് വെച്ചോളൂ. എന്നിട്ട് നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ എന്താ പറ്റുക? അപ്പോഴും നോട്ട് എലിജിബിൾ ഫോർ ജോബാണ് കാണിക്കുന്നത്. കാരണം എന്താണ്? ഇവിടെ ഹാസ് എക്സ്പീരിയൻസ് ഓർ ഹാസ് സർട്ടിഫിക്കേഷൻ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയി. കാരണം ഇതിലൊരെണ്ണം ട്രൂ ആയതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയി. പക്ഷേ ആൻഡ് നോട്ട് ഈസ് ഫ്രഷർ ഇപ്പോൾ ട്രൂ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ നോട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഈസ് ഫ്രഷർ ഫോൾസ് ആവും. അതുകൊണ്ട് ഇതിൻ്റെ മുഴുവനായിട്ട് നമ്മൾ ഔട്ട്പുട്ട് നോക്കുമ്പോഴത്തേക്കും ഫോൾസ് ആയിരിക്കും. അതുകൊണ്ട് ഇഫ് ഫോൾസ് ആയതുകൊണ്ട് ഈ ഒരു കണ്ടീഷനകത്തേക്ക് കയറത്തില്ല. പകരം ഈ ഒരു എൽസിനകത്തേക്ക് കയറും. ഇനി ഫ്രഷർ അല്ല എന്ന് വെച്ചോളൂ, ഫോൾസ് ആണെന്ന് വെച്ചോളൂ. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എലിജിബിൾ ഫോർ ജോബാണ്. എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ സർട്ടിഫിക്കേഷൻ ഇല്ല. അത് രണ്ടും ഒരു ബ്രാക്കറ്റിനകത്താണ് കിടക്കുന്നത്. ഒരു ഓർ കണ്ടീഷൻ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയി. ആൻഡ് നോട്ട് ഈസ് ഫ്രഷർ, ഒരു ഫ്രഷർ അല്ല. അപ്പോൾ ഇവിടെ ഫ്രഷറിൻ്റെ വാല്യൂ ഫോൾസ് ആയതുകൊണ്ട് നോട്ട് ഈസ് ഫ്രഷർ എന്നുള്ളത് ട്രൂ ആവും. സോ ഇതും ട്രൂ ആയതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. ഇങ്ങനെയാണ് നമ്മൾ ഈ കണ്ടീഷൻസ്, പല പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ഒരുപാട് റിയൽ വേൾഡ് സെനറിയോസ് നമുക്ക് കോഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഒരു മാച്ച് കേസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോഡ് നോക്കാം, ഈ ഒരു എക്സാമ്പിൾ കോഡ് നോക്കാം. ഇവിടെ റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് തൽക്കാലത്തേക്ക് ഒരു 4 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കാം. ഓക്കെ, ഒരു ഇൻറ്റിജർ വേരിയബിളാണ് ഈ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മാച്ച് കേസ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വേരിയബിളിനെ അതിനകത്ത് പല പല കേസുകൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട്, ഓരോ കേസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ കേസ് ആണെങ്കിൽ ഒരു ആക്ഷൻ ചെയ്യുക, വേറൊരു കേസ് ആണെങ്കിൽ വേറൊരു ആക്ഷൻ ചെയ്യുക എന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു ഓരോ കേസസും ആ കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷനും പറഞ്ഞു കൊടുക്കുന്നു. ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ റേറ്റിംഗ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ അതാണ് ഈ കേസ് 5 എന്ന് പറയുന്നത്. ആ ഒരു ബ്ലോക്കിനകത്തേക്ക് കയറുന്നു. സോ ഇവിടെ ഈ ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു പ്രിൻറ്റ് മെസ്സേജാണ്, അമേസിങ് എ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേസ് 5-നകത്തുള്ളത്. ഇനി അതിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ വെരി ഗുഡ് വർത്ത് വാച്ചിങ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. അതിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ഈ ഒരു ബ്ലോക്കിനകത്തേക്ക് കയറണം. ഇപ്പോൾ ഇവിടെ ഇറ്റ് വാസ് ഓക്കെ, നത്തിങ് സ്പെഷ്യൽ. ഇനി ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പൈപ്പ് ഒരു ഓർ പൈപ്പാണിത്. എന്ന് വെച്ചാൽ കേസ് 1 ഓർ 2, അതായത് ഈ റേറ്റിങ്ങിൻ്റെ വാല്യൂ 1 അല്ലെങ്കിൽ 2 ആണെങ്കിൽ ഇത് പ്രിൻറ്റ് ചെയ്യണം. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഒരൊറ്റ കേസിനകത്ത് തന്നെ ഒരു ഓർ കണ്ടീഷൻ ഇട്ട് 2 വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ 1 ഓർ 2 ആണെങ്കിൽ സേവ് യുവർ മണി, ഇറ്റ് വാസ് ബാഡ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. ഇനി കേസ് അണ്ടർസ്കോർ എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല എങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ റേറ്റിംഗ് സാധാരണ 1 to 5 ആണല്ലേ. സോ 1 to 5 അല്ല എങ്കിൽ നമുക്കൊരു എറർ മെസ്സേജ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. ഇനി നമുക്കിതൊന്ന് വെറുതെ റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ റേറ്റിങ്ങിൻ്റെ വാല്യൂ 4 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്ലോക്ക് ആയിരിക്കണം റൺ ചെയ്യേണ്ടത്. കണ്ടില്ലേ? സോ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് വന്നു, വെരി ഗുഡ് വർത്ത് വാച്ചിങ്. സോ ഇപ്പോൾ ഈ വാല്യൂ 4 ആയതുകൊണ്ട് കേസ് 4-നകത്ത് കയറിയിട്ട് അതിനകത്തുള്ള ബ്ലോക്കാണ് റൺ ആയത്. ഇനി നമുക്കിവിടെ റേറ്റിംഗ് 1 എന്ന് കൊടുത്തു നോക്കാം, എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ കണ്ടില്ലേ, സേവ് യുവർ മണി, അതായത് ഈ ഒരു ബ്ലോക്കിനകത്തേക്ക് കയറി. ഇനി നമുക്ക് വലിയൊരു വാല്യൂ കൊടുത്തു നോക്കാം. വേണമെങ്കിൽ നമുക്കൊരു 9 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു നോക്കാം, എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, എറർ പ്ലീസ് എൻ്റർ എ നമ്പർ ബിറ്റ്വീൻ 1 and 5. സോ അതാണ് ഈ മാച്ച് കേസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, സോ കണ്ടീഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, എറർ ഹാൻഡ്ലിങ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിളോടുകൂടി പറഞ്ഞു തരുന്നതായിരിക്കും. try.py. ഓക്കെ, പുതിയ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ആദ്യം ഇവിടെ ഈ ഒരു ചെറിയ പീസ് ഓഫ് കോഡ് നമ്മൾ റൺ ചെയ്യാൻ പോവുകയാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂസറിനോട് എൻ്റർ എ നമ്പർ ടു ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്ന ഒരു പ്രോംപ്റ്റ് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു നമ്പർ കൊടുക്കണം.
ഓക്കെ. അതിന് ഓട്ടോമാറ്റിക്കലായിട്ട് ഇവിടെ ഇൻറ്റ് ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഇൻപുട്ടിനെ ഇൻറ്റിജർ ആക്കും. എന്നിട്ട് 100നെ ആ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ ഒരു റിസൾട്ട് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കും. അതാണ് ഈ ഒരു കോഡ് ചെയ്യുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ. ഞാനിവിടെ തൽക്കാലത്തേക്ക് 10 കൊടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ള ഒരു നമ്പറാണ്. ഓക്കെ. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും റിസൾട്ട് 10 എന്ന് വന്നു. ഈ ഒരു 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് താഴെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ റൺ ചെയ്യുന്ന സമയത്തെങ്ങാനും അറിയാതെ 0 കൊടുത്താൽ എന്ത് പറ്റും? ഒരിക്കലും നമുക്കൊരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 0 ഡിവിഷൻ എറർ എന്ന് പറഞ്ഞിട്ട് ഡിവിഷൻ ബൈ 0 ഇങ്ങനെ ഒരു എറർ കാണിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു എറർ കാണിച്ചിട്ട് ആ ഒരു പൈത്തൺ കോഡ് എക്സിറ്റ് കോഡ് 1 വെച്ചിട്ട് എറർ വന്നതുകൊണ്ട് പൈത്തൺ കോഡ് അബ്രപ്റ്റ് ആയിട്ട് റണ്ണായി നിൽക്കുകയാണ്. സോ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ, ഇങ്ങനെ എറർ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ട്രൈ ബ്ലോക്കും എക്സെപ്റ്റ് ബ്ലോക്കും യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ ഫെയിൽ ആവാൻ ചാൻസ് ഉള്ളത് ഈ റിസൾട്ട് ഈസ് ഈക്വൽ ടു 100 ബൈ നമ്പർ, ഈ ഒരു നമ്പർ 0 ആവുന്ന സമയത്താണ് ഇവിടെ ഡിവിഷൻ ബൈ 0 എറർ വരുന്നത് അല്ലേ. സോ ഇവിടെ നമുക്ക് ട്രൈ എന്ന് പറയുന്ന ഒരു ബ്ലോക്കിനകത്ത് ഇവനെ കൊടുക്കാം. ഓക്കെ. എന്നിട്ട് താഴെ നമുക്ക് എന്ത് ടൈപ്പ് എററാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഇവിടെ 0 ആവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ കോഡ് ഫെയിൽ ആവും. ഫെയിൽ ആവുന്ന സമയത്ത് എന്ത് ടൈപ്പ് എററാണ്? 0 ഡിവിഷൻ എററാണ് വരുന്നത് അല്ലേ. സോ ഇവിടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എറർ എന്ന് പറയുന്നത് 0 ഡിവിഷൻ എററാണ്. സോ 0 ഡിവിഷൻ എറർ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ പ്രിൻ്റ് കൊടുക്കാൻ പറ്റും. cannot divide a number by 0 എന്ന് പറയുന്ന എറർ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. സോ ഇവിടെ ഈ റെഡ് കളറിൽ നേരത്തെ റൺ ചെയ്തപ്പോഴത്തേക്കും എറർ കാണിച്ചു. ഇനി നമുക്ക് റൺ ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് നോക്കാം. ഓക്കെ. ഇവിടെ നമ്മൾ 0 കൊടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, cannot divide a number by 0. പക്ഷേ എറർ കാണിച്ചില്ല. നമ്മൾ 0 കൊടുത്തെങ്കിലും ഇവിടെ ആദ്യം ഈ ഒരു കോഡ് ഇത് ഡിവൈഡ് ചെയ്യാൻ നോക്കി. പക്ഷേ അവിടെ ഈ ഒരു 0 ഡിവിഷൻ എറർ വന്നു. അതുകൊണ്ട് ഇതിൻ്റെ താഴത്തെ ബ്ലോക്കിൽ നമ്മൾ ഒരു 0 ഡിവിഷൻ എറർ എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോഡ് റൺ ആവും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സോ ഇത് നമ്മൾ റിയൽ ലൈഫ് കോഡിൽ എറർ വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു സേഫ്റ്റി നെറ്റാണ് ഈ ഒരു ട്രൈ എക്സെപ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ 0 ഡിവിഷൻ എറർ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ വാല്യൂ എറർ കൊടുക്കാം. നമ്മൾ എന്ത് ടൈപ്പ് എറർ ആണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ലൂപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു ഫയൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ലൂപ്പ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യണമെന്ന് വെച്ചോളൂ. സെയിം കാര്യം മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രിൻറ്റ് ഹലോ ഫ്രം റൂട്ട് സെറ്റ്, ഈ ഒരു പ്രിൻ്റ് നമ്മളിവിടെ ഇതൊന്ന് റൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് ഹലോ ഫ്രം റൂട്ട് സെറ്റ് എന്ന് കിട്ടും. ഇത് നമുക്കൊരു 10 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യണമെന്ന് വെച്ചോളൂ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ ഇത്രയും നേരം പഠിച്ചത് വെച്ചിട്ട് ഇത് 10 പ്രാവശ്യം നമ്മൾ ടൈപ്പ് ചെയ്യും ഇല്ലേ. ഇനി നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഹലോ ഫ്രം റൂട്ട് സെറ്റ് എന്ന് 10 പ്രാവശ്യം പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. ഇതൊക്കെയാണ്. ഇതിന് വേറെ എററും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം തന്നെ നമ്മൾ 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു അല്ലേ. അതിന് പകരം നമുക്ക് ലൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. നമ്മളൊരു ലൂപ്പ് എഴുതിയിടുകയാണെങ്കിൽ ആ ഒരു ലൂപ്പിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ആ ലൂപ്പിനകത്ത് പറഞ്ഞിരിക്കുന്ന അത്രയും പ്രാവശ്യം അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. സോ ഇവിടെ നമുക്ക് ഒരു ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫോർ കഴിഞ്ഞിട്ട് ഒരു കൗണ്ടർ വേരിയബിൾ വേണം. അതായത് ഓരോ പ്രാവശ്യവും ലൂപ്പ് റൺ ചെയ്യുമ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് റൺ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കൗണ്ടർ വേരിയബിൾ വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കൗണ്ടർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. കൗണ്ടറിന് പകരം നമ്പർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. എന്തെങ്കിലും ഒരു വേരിയബിൾ കൊടുക്കുക. എന്നിട്ട് ഇൻ റേഞ്ച് 10, അതായത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ റേഞ്ചിനകത്ത് നമ്മൾ കൊടുക്കുന്ന നമ്പർ. എന്നിട്ട് നമ്മൾ നേരത്തെ ഫോറിൽ ചെയ്തതുപോലെ ഡബിൾ കോട്ട്സ് കൊടുക്കുക. എന്നിട്ട് താഴെ ലൂപ്പിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻഡൻറ്റിലായിരിക്കും കൊടുക്കേണ്ടത്. അതായത് ലൂപ്പിനകത്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻഡൻറ്റേഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ ലൂപ്പിനകത്തുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാൻ. സോ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം.
കണ്ടില്ലേ? ഈ 2 ലൈൻ കോഡ് കൊണ്ട് നമുക്ക് 10 പ്രാവശ്യം ഹലോ ഫ്രം റൂട്ട് സെറ്റ് എന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റി. ഇനി നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. ഈ കൗണ്ടറിൻ്റെ വാല്യൂം കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എഫ് സ്ട്രിങ് കൊടുത്തിട്ട് ലൂപ്പ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു കൗണ്ടറിൻ്റെ വാല്യൂം കൂടെ പ്രിന്റ് ചെയ്യാം. എന്ത് പറ്റുമെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് റൺ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഹലോ ഫ്രം റൂട്ട് സെറ്റ് ലൂപ്പ് കൗണ്ടർ 1 2 3 4 5 6 7 8 9. സോ ഇവിടെ മുകളിൽ നോക്കുകയാണെങ്കിൽ 0 തൊട്ട് 9 വരെയാണുള്ളത്. സോ എപ്പോഴും ഈ ഒരു കൗണ്ടർ വേരിയബിൾ അത് 0യിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്, 1ൽ നിന്നായിരിക്കത്തില്ല തുടങ്ങുന്നത്. അതുകൊണ്ടാണ് 0 to 9 വരെ കാണിച്ചത്. സോ ഇത് 1 to 10 വരെ കാണിക്കാൻ എന്താ ചെയ്യുക? സിമ്പിൾ, കൗണ്ടർ പ്ലസ് 1 കൊടുത്താൽ മതി അല്ലേ? ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റായി. ലൂപ്പ് കൗണ്ടർ 1, അതുപോലെ തന്നെ ലൂപ്പ് കൗണ്ടർ 10 വരെ. ഓരോ പ്രാവശ്യം ഈ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ കൗണ്ടറിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? സോ അങ്ങനെയാണ് ഈ ഒരു ഫോർ ലൂപ്പ് വർക്ക് ആവുന്നത്. വളരെ സിമ്പിളാണ്. ഫോർ ലൂപ്പ് വെച്ചിട്ടുള്ള വേറൊരു സിമ്പിൾ എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഇത് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ്. നമ്മൾ ലിസ്റ്റിലേക്ക് എത്തിയിട്ടില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ലിസ്റ്റും ഡിക്ഷണറിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് ഇതൊരു അറേ പോലെയാണെന്ന് വെച്ചേക്കുക. ഈ ഫ്രൂട്ട്സിനകത്ത് 3 എലമെൻ്റ് ഉണ്ട്. ആപ്പിൾ ഉണ്ട്, ബനാന ഉണ്ട്, ചെറി ഉണ്ട്. സോ നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് ഈ ഫ്രൂട്ട് ഇൻ ഫ്രൂട്ട്സ്, അതായത് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന വേരിയബിളിനകത്തുള്ള ഓരോ എലമെൻറ്റിനെയും ഇത് ലൂപ്പിനകത്ത് കടത്തിവിടും. എന്നിട്ട് ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോഴും ഈ ഫ്രൂട്ട് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഇതിനകത്തുള്ള ഓരോ എലമെൻ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഉണ്ടാവുക? ഐ വോണ്ട് ടു ഈറ്റ് ആപ്പിൾ. സോ ആദ്യത്തെ പ്രാവശ്യം ഈ ഒരു ലൂപ്പ് റൺ ചെയ്യുന്ന സമയത്ത് ഈ ഫ്രൂട്ടിൻ്റെ വാല്യൂ ആപ്പിൾ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് ഐ വോണ്ട് ടു ഈറ്റ് എ ആപ്പിൾ. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം റൺ ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ടിൻ്റെ വാല്യൂ ബനാന ആയിരിക്കും. സോ അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് ഐ വോണ്ട് ടു ഈറ്റ് എ ബനാന. എന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം റൺ ചെയ്യുന്നത് 3 പ്രാവശ്യമേ ഉള്ളൂ, കാരണം നമ്മൾ ഫ്രൂട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രൂട്ട്സിനകത്ത് 3 എലമെൻറ്റേ ഉള്ളൂ. അതുകൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യം റൺ ചെയ്യുമ്പോഴത്തേക്കും ഫ്രൂട്ടിൻ്റെ വാല്യൂ ചെറി ആയിരിക്കും. സോ ഐ വോണ്ട് ടു ഈറ്റ് എ ചെറി എന്ന് കാണിക്കും. അത് 3ഉമാണ് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ വിഷമിക്കേണ്ട, കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. ഇനി നമുക്ക് ഒരു ഫോർ ലൂപ്പും ഇഫ് കണ്ടീഷനും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കിയാലോ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു കൗണ്ടർ വേരിയബിൾ ഉണ്ട്. അതിൻ്റെ പേര് നമ്പർ എന്നാണ്. നമ്മൾ നേരത്തെ റേഞ്ച് ആകെപ്പാടെ ഒരൊറ്റ നമ്പറാണ് കൊടുത്തത്. ഇവിടെ നമ്മൾ 2 നമ്പർ കൊടുക്കുകയാണ്. ഇതും വേറൊരു രീതിയിൽ നമുക്ക് റേഞ്ച് ഡിഫൈൻ ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ ഒറ്റ നമ്പർ കൊടുത്തു, 10 എന്ന് കൊടുത്തു അല്ലേ? 10 എന്ന് കൊടുക്കുമ്പോഴത്തേക്കും 0 1 2 3 4 5 6 7 8 9 വരെ ആയിരിക്കും ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റേഞ്ചിൻ്റെ ലോവർ നമ്പറും അപ്പർ നമ്പറും നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുകയാണ്. സോ 1 to 11 വരെ ആയിരിക്കും ഈ ഒരു റേഞ്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഈ നമ്പർ 1 2 3 4 5 6 7 8 9 10 വരെ ആയിരിക്കും. ഇത് റൺ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ നമ്പേഴ്സ് ഒന്നൊന്നായിട്ട് ഈ ഒരു ലൂപ്പിനകത്ത് നമ്പേഴ്സ് ഒന്നൊന്നായിട്ട് ഇതിനകത്ത് കിടക്കുന്ന സമയത്ത് ഇവിടെ ഈ ഇഫ് കണ്ടീഷൻ, ഇഫ് എൽസ് കണ്ടീഷൻ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ആദ്യത്തെ പ്രാവശ്യം കിടക്കുമ്പോഴത്തേക്കും നമ്പർ 1 ആണ്. ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മോഡുലോ ഓപ്പറേറ്ററാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേറ്ററാണ് ഇത്. നമ്മുടെ പ്ലസും മൈനസും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പോലെ തന്നെ ഒരു ഓപ്പറേറ്ററാണ്. സോ 1 മോഡുലോ 2 എന്ന് പറയുന്നത് 0 അല്ല. എന്ന് വെച്ചാൽ 1 എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഓഡ് നമ്പറാണ്. 0 അല്ല. അതുകൊണ്ട് ഈ ഒരു ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല, എൽസിലേക്ക് പോകും. സോ ആദ്യത്തെ നമ്പർ 1ന് വേണ്ടിയിട്ട് ഇതായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. രണ്ടാമത്തെ നമ്പർ 2 മോഡുലോ 2 എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യും. സോ അത് 10 വരെയുള്ള എല്ലാ നമ്പറിനും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഈ കണ്ടീഷൻസിൽ ഞാൻ നിങ്ങളെ പുതിയ 2 ആൾക്കാരെ പരിചയപ്പെടുത്തുകയാണ്. ഒരു കണ്ടിന്യൂ, അതുപോലെ തന്നെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കണ്ടിന്യൂ എന്ന് വെച്ചാൽ ഒരു ലൂപ്പ് റൺ ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റിന് താഴെയുള്ള ഒരു കാര്യങ്ങളും റൺ ആവത്തില്ല. പക്ഷേ അടുത്ത ഐറ്റം വെച്ചിട്ട്, അതായത് അടുത്ത നമ്പർ വെച്ചിട്ട് ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. അതേസമയം ബ്രേക്ക് ആണെങ്കിൽ ആ ലൂപ്പ് മുഴുവനായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് എക്സിറ്റ് ചെയ്യും. ഒരു എക്സാമ്പിളോട് കൂടി ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മളൊരു ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചോളൂ. നമ്മൾ കുറേ പ്രോഡക്റ്റുകളെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സോ നമ്മുടെ ടോട്ടൽ 10 പ്രോഡക്റ്റ് ഉണ്ട്. 1 to 10 പ്രോഡക്ട്സ് ഇങ്ങനെ ഒന്നൊന്നായിട്ട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ലൂപ്പിൻ്റെ സമയത്തും നമ്മൾ 2 കണ്ടീഷൻസ് ചെക്ക് ചെയ്യും. പ്രോഡക്റ്റ് നമ്പർ 5 ആണെങ്കിൽ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സ്കാനിങ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് തന്നെ ഇതിനെ കണ്ടിന്യൂ ചെയ്തിട്ട് ആ ലൂപ്പിൻ്റെ അടുത്ത് തന്നെ പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ പ്രോഡക്റ്റ് നമ്പർ 8 എന്ന് പറയുന്നത് ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ലൂപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പ്രോഡക്റ്റ് 9ലോട്ടും 10ലോട്ടും പോകാൻ പാടില്ല. ഓക്കെ, അതിനാണ് നമ്മളിവിടെ ഈ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കോഡൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ എന്ത് പറ്റുമെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എക്സിക്യൂഷൻ്റെ സമയത്ത് ഈ പ്രോഡക്റ്റിൻ്റെ വാല്യൂ 1 ആണ്. സോ ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് സ്കാനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് സക്സസ്ഫുള്ളി സ്കാൻ ചെയ്ത് ഈ ഒരു ലൂപ്പിൻ്റെ ഫസ്റ്റ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് അടുത്ത പ്രോഡക്റ്റിൻ്റെ വാല്യൂ 2ലോട്ട് പോകും. സോ 2, 3, 4, 5 ഇതൊന്നും 2, 3, 4 വരെ കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് സ്കാൻ ആവും. അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് 5ലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവത്തില്ലേ? അതുകൊണ്ട് ഈ ഒരു ഇഫ് കണ്ടീഷനകത്തേക്ക് കയറിയിട്ട് ഈ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഐറ്റം 5 ഈസ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് കിടക്കുന്നത്. അത് കാരണം താഴോട്ട് പോകത്തില്ല. ഈ ഒരു സ്കാനിങ് പ്രോസസ്സും പ്രിൻ്റ് ചെയ്യത്തില്ല, സക്സസ്ഫുള്ളി സ്കാൻഡ് ഐറ്റവും പ്രിൻ്റ് ചെയ്യത്തില്ല. പകരം ഈ ഒരു കണ്ടിന്യൂ ഉള്ളതുകൊണ്ട് നേരെ ലൂപ്പിൻ്റെ മുകളിലേക്ക് പോകും. എന്നിട്ട് പ്രോഡക്റ്റ് 6 തൊട്ട് കണ്ടിന്യൂ ചെയ്യും. പിന്നെയും കണ്ടില്ലേ, ഇവിടെ പിന്നെയും പ്രോഡക്റ്റ് 6 വെച്ച് കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് സ്കാനിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇനി ഇഷ്യൂ വരുന്നത് ഈ ഒരു പ്രോഡക്റ്റിലാണ്, പ്രോഡക്റ്റ് നമ്പർ 8ലാണ്. പ്രോഡക്റ്റ് 8 ആവുന്ന സമയത്ത് ഈ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. കണ്ടില്ലേ, ഡേഞ്ചർ ഐറ്റം 8 ഈസ് ബ്രോക്കൺ, സ്റ്റോപ്പിംഗ് ദ മെഷീൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ്. ബ്രേക്ക് എന്ന് വെച്ചാൽ തിരിച്ച് ലൂപ്പിൻ്റെ മുകളിലേക്ക് പോകത്തില്ല, ലൂപ്പ് എക്സിറ്റ് ആവും. ലൂപ്പ് എക്സിറ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഈ ഒരു 4ൻ്റെ ഇൻഡൻറ്റേഷൻ കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത് അതായിരിക്കും റൺ ആവുന്നത്. സോ ലൂപ്പ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുന്ന മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും. സോ പ്രോഡക്റ്റ് 8 കഴിഞ്ഞാൽ പിന്നെ 9ലോട്ടും 10ലോട്ടും പോകത്തില്ല. അതാണ് കണ്ടിന്യൂവും ബ്രേക്കും. ഈ ഫോർ ലൂപ്പ് പോലെ വേറൊരു ലൂപ്പാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വൈൽ ഒരു ബൂളിയൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ ആ ലൂപ്പ് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ വയൽ ഈ ഒരു കണ്ടീഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ ആ ലൂപ്പിനകത്തുള്ള കാര്യങ്ങളാണ്. സോ ഇതുവരെയാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഈ വയൽ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻഡൻറ്റേഷൻ ഉണ്ടല്ലോ, ഈ ഒരു സ്പേസ് ഇവിടം വരെയാണുള്ളത്. ഈ ഒരു പ്രിൻ്റ് വരെ ഈ ഒരു ഇൻഡൻറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇത്രയും ഭാഗം ഈ വയൽ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഒന്ന് ഈ ഒരു കോഡ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ റൺ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പാസ്വേഡിൻ്റെ വാല്യൂ ഒരു എംപ്റ്റി സ്ട്രിങ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഒരു കണ്ടീഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, പാസ്വേഡിൻ്റെ വാല്യൂ പാസ്വേഡ് 1 അല്ല എങ്കിൽ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കും. സോ ഈ ലൂപ്പിനകത്തുള്ള ഇത്രയും കാര്യങ്ങൾ റൺ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് എന്താണ്? യൂസറിൻ്റെ അടുത്ത് ഇൻപുട്ട് ചോദിക്കുകയാണ്, എൻ്റർ ദ സീക്രട്ട് പാസ്വേഡ് ടു എൻ്റർ. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ABC എന്നുള്ള ഒരു പാസ്വേഡ് കൊടുക്കാം. എൻ്റർ കൊടുക്കുകയാണ്. സോ എൻ്റർ കൊടുക്കുന്ന സമയത്ത് പാസ്വേഡിൻ്റെ വാല്യൂ ABC ആവും. എന്നിട്ട് ഈ കണ്ടീഷനിലോട്ട് പോകും. പാസ്വേഡിൻ്റെ വാല്യൂ പാസ്വേഡ് 1 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഇതിപ്പോൾ പാസ്വേഡ് 1 അല്ല, ABC ആണ്. അതുകൊണ്ട് എൽസ് കണ്ടീഷനിലോട്ട് പോകും. അപ്പോൾ റോങ് പാസ്വേഡ്, ട്രൈ അഗെയിൻ എന്ന് പ്രിൻ്റ് ചെയ്യും. ഇപ്പോഴത്തെ പാസ്വേഡിൻ്റെ വാല്യൂ എന്താണ്? ABC ആണ്. അതിൻ്റെ വാല്യൂ പാസ്വേഡ് 1 അല്ല. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ ഇപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഈ ലൂപ്പ് ഒന്നുകൂടെ റൺ ആവും. ഇതുവരെ പിന്നെയും റൺ ആവും. സോ രണ്ടാമത് പിന്നെയും ചോദിക്കുകയാണ് പാസ്വേഡ്, എൻ്റർ ദ സീക്രട്ട് പാസ്വേഡ് ടു എൻ്റർ. സോ നമുക്കിവിടെ ഒന്നുകൂടെ തെറ്റായിട്ടുള്ളൊരു പാസ്വേഡ് കൊടുക്കാം, XYZ എന്ന് പറയുന്ന പാസ്വേഡ് കൊടുക്കാം. അപ്പോൾ സെയിം സെനറിയോ ഒന്നുകൂടെ സംഭവിച്ചു. സോ ഇപ്പോൾ ഈ പാസ്വേഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് XYZ ആണ്. സോ XYZ നോട്ട് ഈക്വൽ ടു പാസ്വേഡ് 1 ആണ്. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. എഗെയിൻ ഈ ഒരു എൽസ് കണ്ടീഷനകത്തോട്ട് പോയിട്ട് റോങ് പാസ്വേഡ് ട്രൈ അഗെയിൻ എന്ന് വരും. ഇപ്പോഴും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. അതായത് XYZ നോട്ട് ഈക്വൽ ടു പാസ്വേഡ് 1 ആണ്. സോ പിന്നെയും ഇത് റൺ ആവും. സോ ഇപ്പോഴും നമ്മളുടെ അടുത്ത് ഈ ഒരു ഇൻപുട്ട് ചോദിച്ച് എൻ്റർ ദ സീക്രട്ട് പാസ്വേഡ് ടു എൻ്റർ എന്ന് ചോദിച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് പാസ്വേഡ് കൊടുത്തു നോക്കാം. പാസ്വേഡ് 1 എന്ന് പറയുന്ന പാസ്വേഡ് കൊടുത്തു നോക്കാം. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സോ ഇപ്പോൾ ഈ പാസ്വേഡിൻ്റെ വാല്യൂ
പാസ്വേഡ് 1 ആയി. നമ്മൾ പാസ്വേഡ് 1 എന്ന് പറയുന്ന കറക്റ്റ് പാസ്വേഡാണ് കൊടുത്തത്. സോ പാസ്വേഡ് 1 ഈക്വൽ ടു പാസ്വേഡ് 1 ആയി. സോ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. അപ്പോൾ ആക്സസ് ഗ്രാൻറ്റഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും. ഈ ഒരു കണ്ടീഷനകത്തേക്ക് കയറും. സോ ഈ ഒരു ആക്സസ് ഗ്രാൻറ്റഡ് എന്ന് പറയുന്ന മെസ്സേജ് പ്രിൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലൂപ്പിനകത്ത് പിന്നെയും കയറത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയി. എന്ന് വെച്ചാൽ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് പാസ്വേഡ് 1 ആണ്. സോ പാസ്വേഡ് 1 നോട്ട് ഈക്വൽ ടു പാസ്വേഡ് 1 അല്ല, പാസ്വേഡ് 1 ഈക്വൽ ടു പാസ്വേഡ് 1 ആണ്. സോ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഈ ഒരു ലൂപ്പിന് പുറത്തിറങ്ങിയിട്ട് വെൽക്കം ടു സീക്രട്ട് ക്ലബ് എന്ന് പ്രിൻറ്റ് ചെയ്തു. സോ ഇങ്ങനെയാണ് വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ആക്ച്വലി ഒരു ഇൻഫിനിറ്റ് ലൂപ്പാണ്. നമ്മൾ കറക്റ്റ് പാസ്വേഡ് കൊടുക്കുന്നത് വരെ ഇത് ഇൻഫിനിറ്റ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. കാരണം കറക്റ്റ് പാസ്വേഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും ട്രൂ ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും എക്സാമ്പിൾസും പ്രോജക്ട്സും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഒരു ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സിംപ്ലി ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത എല്ലാ കോഡും കാര്യങ്ങളും അവിടെ കാണും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും പ്രോജക്ട്സും അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനിയാണ് പൈത്തൺ കോഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ്, പൈത്തൺ ഫംഗ്ഷൻ. ഫംഗ്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് വലിയ വലിയ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന സമയത്ത് പൈത്തൺ ഫംഗ്ഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു ഹോട്ടലിൻ്റെ ആപ്ലിക്കേഷൻ ഓരോ യൂസർ വരുന്ന സമയത്ത്, ഓരോ ഗസ്റ്റ് വരുന്ന സമയത്ത് 3 മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് വെച്ചോളൂ. ഓക്കെ, സോ ബേസിക്കലി ഓരോ യൂസർ വരുമ്പോഴത്തേക്കും ന്യൂ യൂസർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആദ്യം പ്രിൻറ്റ് ചെയ്യണം. എന്നിട്ട് വെൽക്കം യൂസർ 1. യൂസർ 1ന് നമുക്ക് തൽക്കാലത്തേക്ക് ആലിസ് എന്ന് പേര് കൊടുക്കാം. ഓക്കെ, സോ വെൽക്കം ആലിസ്. അത് കഴിഞ്ഞിട്ട് എൻജോയ് യുവർ സ്റ്റേ. ഈ 3 മെസ്സേജ് ആലിസ് വന്നപ്പോഴത്തേക്ക് നമ്മൾ പ്രിൻറ്റ് ചെയ്തു. ഇനി അടുത്ത രണ്ടാമതൊരു യൂസർ വരികയാണ്, ഒരു ജോൺ എന്ന് പറയുന്ന ഒരാൾ വരികയാണ്. അയാൾക്ക് നമ്മൾ ഇതേ മെസ്സേജസ് പിന്നെയും പ്രിൻറ്റ് ചെയ്യണം. അതായത് ന്യൂ യൂസർ വെൽക്കം ജോൺ, ആലിസിന് പകരം ജോൺ എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യണം. എന്നിട്ട് എൻജോയ് യുവർ സ്റ്റേ അതും പ്രിൻറ്റ് ചെയ്യണം. പിന്നെ മൂന്നാമതൊരു യൂസർ വരികയാണ്, ജൂലി എന്ന് പറയുന്ന ഒരു യൂസർ വരികയാണ്. സോ വെൽക്കം ജൂലി. ഈ 3 സെറ്റ് മെസ്സേജ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ വെൽക്കം യൂസറിൻ്റെ പേര് മാത്രമേ മാറുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും സിമിലറാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ മാനുവലായിട്ട് ഓരോ മെസ്സേജും പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ യൂസർ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ 3 സെറ്റ് മെസ്സേജസ് പ്രിൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണമല്ലേ. സോ എങ്ങനെയെങ്കിലും ഓരോ യൂസർ വരുന്ന സമയത്ത് ഇത് ഇത്രയും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാതെ നമുക്ക് യൂസറിൻ്റെ പേര് മാത്രം ഇവിടെ മാറ്റി കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. അങ്ങനെ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രോസസ്സ് എങ്ങനെ നമുക്ക് ഫംഗ്ഷൻ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കോഡ് എഫിഷ്യൻ്റ് ആക്കാമെന്ന് നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോഡിനകത്തുള്ള ഒരു ബ്ലോക്കാണ്. ആ ഒരു ബ്ലോക്ക് നമുക്ക് ഓരോ യൂസർ വരുമ്പോഴത്തേക്കും എന്തൊക്കെ റിപ്പീറ്റ് ചെയ്യണം അതെല്ലാം നമ്മൾ ആ ഫംഗ്ഷനകത്ത് പറഞ്ഞു കൊടുക്കും. സോ നമ്മുടെ കേസിൽ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും മെസ്സേജാണ് ഓരോ യൂസറിനും പ്രിൻറ്റ് ചെയ്യേണ്ടത് അല്ലേ. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഫംഗ്ഷനകത്ത് പറഞ്ഞു കൊടുക്കും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് DEF എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ഫംഗ്ഷൻ്റെ തൽക്കാലത്തേക്ക് നമുക്ക് ഗ്രീറ്റ് യൂസർ എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് ഒരു ആർഗ്യുമെൻ്റായിട്ട് നമുക്ക് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടീഷൻസ്, ഇഫ് കണ്ടീഷനൊക്കെ കൊടുത്ത പോലെ നമുക്കിവിടെ ഒരു കോളൻ കൊടുക്കണം. സോ നമ്മളിവിടെ ഗ്രീറ്റ് യൂസർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് നെയിമാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ടീഷൻസിൽ ചെയ്തതുപോലെ തന്നെ കോളൻ കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനകത്തുള്ള എല്ലാ കാര്യങ്ങളും സെയിം ഇൻഡൻറ്റേഷനിലായിരിക്കണം. ഓക്കെ, സോ ഞാനിവിടെ ഈ 3 പ്രിൻറ്റും സെയിം ഇൻഡൻറ്റേഷനിൽ കൊണ്ട് വരികയാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ വെൽക്കം ആലിസ് എന്നല്ലല്ലോ പ്രിൻറ്റ് ചെയ്യേണ്ടത്, ഈ ഒരു വേരിയബിൾ നെയിമല്ലേ പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്കിവിടെ എഫ് സ്ട്രിങ് വെച്ചിട്ട് ഇവിടെ ആലിസിന് പകരം നെയിം എന്ന വേരിയബിൾ നെയിം കൊടുക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവും. ഇനി ഓരോ യൂസർ വരുമ്പോഴത്തേക്കും ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഈ ഒരു നെയിം എന്ന് പറയുന്ന വാല്യൂ കടത്തിവിടണം. യൂസറിൻ്റെ നെയിം
കടത്തിവിടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആലിസ് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോ ആദ്യം ആലിസ് വരുന്ന സമയത്ത് നമുക്ക് ആലിസിൻ്റെ പേരിൽ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗ്രീറ്റ് യൂസർ ബ്രാക്കറ്റിനകത്ത് നമുക്കൊരു ആർഗ്യുമെൻ്റായിട്ട് ആലിസ് എന്ന് പറയുന്ന സ്ട്രിങ് നമ്മൾ പാസ് ചെയ്യുന്നു. ഇനി നമുക്കിത് വെറുതെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ അല്ല ആദ്യം റൺ ആവുന്നത്. ആദ്യം ഫംഗ്ഷന് പുറത്തുള്ള കാര്യങ്ങളാണ് റൺ ചെയ്യുന്നത്. കാരണം ഫംഗ്ഷൻ കോൾ ചെയ്താൽ മാത്രമേ ഫംഗ്ഷൻ റൺ ആവത്തുള്ളൂ. സോ ആദ്യം ഫംഗ്ഷന് പുറത്തുള്ള കോഡിൻ്റെ ആദ്യത്തെ സെഗ്മെൻറ്റ് റൺ ആവും. ഗ്രീറ്റ് യൂസർ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് റൺ ആവും. ഗ്രീറ്റ് യൂസർ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് ഈ ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യും. സോ ഈ പാരാമീറ്റർ വെച്ചിട്ട് ഈ ഒരു ഫംഗ്ഷൻ റൺ ആവും. അതാണ് നമ്മളിവിടെ കാണുന്ന ഔട്ട്പുട്ട്. ഇനി പുതിയ ആൾ വരുമ്പോഴത്തേക്കും നമുക്ക് വെറുതെ ഗ്രീറ്റ് യൂസർ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ നമുക്ക് ആ ഒരു ആളുടെ പേരിൽ, ആ ഒരു ഗസ്റ്റിൻ്റെ പേരിൽ നമ്മൾ ജസ്റ്റ് കോൾ ചെയ്താൽ മാത്രം മതി. നമുക്ക് സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കുക. ജോൺ എന്ന് പറയുന്ന പുതിയ ആൾ വന്നപ്പോഴത്തേക്കും ഗ്രീറ്റ് യൂസർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ജോൺ എന്ന് പറയുന്ന നെയിം പാസ് ചെയ്തിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ന്യൂ യൂസർ ആദ്യം ആലിസിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ്, അത് കഴിഞ്ഞിട്ട് ന്യൂ യൂസർ ജോണിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ്. ഇനി നമുക്ക് ഒരു യൂസറും കൂടെ വരികയാണെങ്കിൽ അപ്പോൾ ആ യൂസറിന് വേണ്ടിയിട്ട് നമുക്ക് വെൽക്കം മെസ്സേജ് ജസ്റ്റ് ആ ഒരു യൂസറിൻ്റെ പേരിൽ ഫംഗ്ഷൻ നമ്മൾ റൺ ചെയ്താൽ മതി. ഓക്കെ, കണ്ടില്ലേ, 3 പേരുടെയും പേരിൽ നമുക്ക് സെയിം സെറ്റ് ഓഫ് കോഡ് ജസ്റ്റ് പേര് മാത്രം മാറ്റി നമുക്ക് റൺ ചെയ്യാൻ പറ്റി. ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് ഒരു ഫംഗ്ഷൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിളാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗെറ്റ് ഫൈനൽ പ്രൈസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്, ഒറിജിനൽ പ്രൈസും ഡിസ്കൗണ്ട് പെർസെൻറ്റേജും. സോ ഈ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഒറിജിനൽ പ്രൈസും ഡിസ്കൗണ്ട് പെർസെൻറ്റേജും ഇത് രണ്ടും നമ്മൾ ഈ ഒരു ഫംഗ്ഷന് പറഞ്ഞു കൊടുക്കുന്ന വാല്യൂസാണ്. ഈ 2 വാല്യൂസ് വെച്ചിട്ട് ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കും. അതുപോലെ ഫൈനൽ ടോട്ടൽ, അതായത് ഒറിജിനൽ പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് എമൗണ്ടും കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ഫൈനൽ ടോട്ടൽ വാല്യൂ തിരിച്ച് അത് റിട്ടേൺ ചെയ്യും. ആരാണോ ഈ ഫംഗ്ഷൻ കോൾ ചെയ്തത് അതിന് റിട്ടേൺ ചെയ്യും. സോ അതാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ ഈ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് പല പല പ്രോഡക്റ്റുകളുടെ ശരിക്കുമുള്ള ഫൈനൽ പ്രൈസ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. സോ ഇപ്പോൾ നമുക്ക് സ്നീക്കേഴ്സ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ശരിക്കുമുള്ള പ്രൈസ്, ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 120 ആണ്. അതുപോലെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20 ആണ്. അത് വെച്ചിട്ട് സ്നീക്കേഴ്സിൻ്റെ ശരിക്കുമുള്ള പ്രൈസ് നമ്മൾ ഗെറ്റ് ഫൈനൽ പ്രൈസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതിന് നമ്മൾ സ്നീക്കേഴ്സ് എന്ന് പറയുന്ന വേരിയബിൾ ഈസ് ഈക്വൽ ടു നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ് ഗെറ്റ് ഫൈനൽ പ്രൈസ്. അതിനകത്ത് 2 പാരാമീറ്റേഴ്സ് 120, 20, അതായത് ഒറിജിനൽ പ്രൈസും ഡിസ്കൗണ്ട് പെർസെൻറ്റേജും ഇത് രണ്ടും നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് റിട്ടേൺ ചെയ്യുന്ന ഈ ഫൈനൽ ടോട്ടൽ എന്നുള്ള വാല്യൂ ഈ സ്നീക്കേഴ്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വരും. അതുപോലെ തന്നെ ഫോണും, ഈ ഫോണിൻ്റെ ശരിക്കുമുള്ള പ്രൈസ് എന്ന് പറയുന്നത് 800 ആണ്. അതുപോലെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 15% ആണ്. സോ ഈ 2 വാല്യൂസും നമ്മൾ ഗെറ്റ് ഫൈനൽ പ്രൈസ് എന്ന് പറയുന്ന സെയിം ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇത് ഡിസ്കൗണ്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഫൈനൽ ടോട്ടൽ ഒറിജിനൽ പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് എമൗണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഈ ഫൈനൽ ടോട്ടൽ എന്ന് പറയുന്ന വേരിയബിൾ, അതായത് ഈ ഫൈനൽ എമൗണ്ട് തിരിച്ച് ആരാണോ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് അങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യും. സോ ബേസിക്കലി ഈ ഫോൺ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ഈ ഒരു ഫൈനൽ ടോട്ടൽ വാല്യൂ സേവ് ചെയ്യും. എന്നിട്ട് നമ്മൾ അത് പ്രിൻ്റ് ചെയ്യും. സോ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, സോ നമ്മൾ ഇവിടെ കൊടുത്ത വാല്യൂസ് വെച്ചിട്ട് ഈ സെയിം ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് സ്നീക്കേഴ്സിൻ്റെയും ഫോണിൻ്റെയും ഫൈനൽ പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോ പ്രോഡക്റ്റിനും നമ്മൾ മാനുവലായിട്ട് ഇത്രയും കോഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. പക്ഷേ നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്തതുകൊണ്ട് നമ്മൾ ശരിക്കും കോഡ് റീയൂസ് ചെയ്തു. എന്ന് വെച്ചാൽ സെയിം കോഡ് തന്നെ നമ്മൾ ജസ്റ്റ് വാല്യൂസ് മാറ്റിയിട്ട് കൊടുത്തിട്ട് നമ്മൾ പല പല കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്തു. അതാണ് ഫംഗ്ഷൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റിയൽ ലൈഫിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പൈത്തൺ ഫംഗ്ഷൻ. ഇനി നമുക്ക് ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യം കുറച്ച് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ? ഇൻറ്റ്, ഫ്ലോട്ട്, അതുപോലെ തന്നെ ബൂളിയൻ, അതുപോലെ സ്ട്രിങ്.
ഈ 4 പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് അല്ലാതെ വേറെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് ഉണ്ട്. അതിലൊരെണ്ണമാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞാണ് തുടങ്ങിയല്ലേ. അപ്പോൾ ഫ്രൂട്ട്സ് എന്താണ്, ആപ്പിൾ മാത്രമല്ല ഒരുപാട് ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ടല്ലേ. സോ അതിനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഓരോ ഫ്രൂട്ടിനും ഓരോ വേരിയബിൾ ഉണ്ടാക്കാം അല്ലേ. ഫ്രൂട്ട് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആപ്പിൾ എന്നുണ്ടാക്കാം. അതുപോലെ ഫ്രൂട്ട് 2 എന്ന് പറഞ്ഞിട്ട് ആപ്പിൾ, ബനാന, ഫ്രൂട്ട് 3 എന്ന് പറഞ്ഞിട്ട് മാംഗോ, അതുപോലെ ഫ്രൂട്ട് 4 എന്ന് പറഞ്ഞിട്ട് ചെറി. ഇങ്ങനെ നമുക്ക് 4 ഫ്രൂട്ട്സിനെ നമുക്ക് 4 വേരിയബിളിനകത്താക്കാം. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഈ ഫ്രൂട്ടുകളെ എല്ലാത്തിനെയും കൂടെ നമുക്കൊരൊറ്റ പേരിലാക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമുക്ക് ഈ പല പല ഫ്രൂട്ട്സിൻ്റെ നെയിംസിനെയും നമുക്ക് ആ ലിസ്റ്റിനകത്ത് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഈ ലിസ്റ്റിനകത്ത് നമുക്ക് നമ്പേഴ്സും വരാം, അതുപോലെ തന്നെ സ്ട്രിങ്സും വരാം. സോ നമ്മളിപ്പോൾ ഈ 4 ഫ്രൂട്ടിനെയും ഈ ഒരു ലിസ്റ്റിനകത്ത് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ആപ്പിൾ കോമ വച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. ബനാന കോമ, ഡബിൾ കോട്ട്സിനകത്ത് മാംഗോ കോമ, ഡബിൾ കോട്ട്സിനകത്ത് ചെറി. നമുക്ക് വായിക്കാൻ എളുപ്പത്തിന് കോമ കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പേസ് കൊടുക്കാം. സോ ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത്, ഈ ഒരു ലിസ്റ്റ് വേരിയബിളിനകത്ത് നമ്മൾ എല്ലാ ഫ്രൂട്ട്സിനെയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടെ ഒരൊറ്റ വേരിയബിളിനകത്തായി പോയില്ല. ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആപ്പിളിനെയും ബനാനയും മാംഗോയും ചെറിയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ എടുക്കാൻ പറ്റും. ഇത് ബേസിക്കലി ഒരു അറേ പോലെയാണ്. ഈ ആപ്പിൾ എന്ന് പറയുന്ന എലമെൻറ്റ് കിടക്കുന്നത് ഈ അറേയുടെ 0th എലമെൻ്റാണ്. ഈ ബനാന ഈ അറേയുടെ ഫസ്റ്റ് എലമെൻ്റാണ്. ഈ മാംഗോ അറേയുടെ 2nd എലമെൻ്റാണ്. ചെറി എന്ന് പറയുന്നത് ഈ അറേയുടെ 4th എലമെൻ്റാണ്. ഇപ്പോൾ 0th എലമെൻ്റാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0 കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മൾ ഔട്ട്പുട്ടിനകത്ത് ആപ്പിൾ വന്നു. ഇനി ഫസ്റ്റ് എലമെൻറ്റ് വേണമെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 1 കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കോഡ് റൺ ചെയ്താൽ മതി. കണ്ടില്ലേ, ബനാനയിൽ നിന്നും. ഇനി ഇതിൻ്റെ ലാസ്റ്റ് എലമെൻറ്റ് വേണമെങ്കിൽ, ഇതിപ്പോൾ മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് ഉണ്ടെന്ന് വെച്ചോളൂ. ഇപ്പോൾ ചെറി മാത്രമല്ല, ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റാണ് വേണ്ടതെങ്കിൽ ഇവിടെ -1 കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് എലമെൻറ്റ് പ്രിൻ്റ് ആവും. കണ്ടില്ലേ, ഇവിടെ ചെറിയാണ്. ഇപ്പോൾ നമുക്കിവിടെ അറിയാം 4 എലമെൻറ്റേ ഉള്ളൂ. സോ ലാസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 3rd എലമെൻ്റാണ്. സോ ഇവിടെ നമ്മൾ 3rd കൊടുത്താലും -1 കൊടുത്താലും ചെറിയായിരിക്കും വരുന്നത്. കണ്ടില്ലേ, സോ ചെറിയാണ് വന്നത്. നമുക്ക് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഫോർ ഫ്രൂട്ട് ഇൻ ഫ്രൂട്ട്സ്, ഈ ഒരു വേരിയബിളിനകത്തുള്ള ഓരോ എലമെൻറ്റ്സിനെയും നമ്മൾ ഐട്രേറ്റ് ചെയ്യുകയാണ്. സോ ഓരോ തവണ ഈ ലൂപ്പ് റൺ ആകുമ്പോഴും ഫ്രൂട്ടിൻ്റെ വാല്യൂ ഇതിനകത്തുള്ള ഓരോ വാല്യൂ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് താഴെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് റൺ ചെയ്യുന്ന സമയത്ത് ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ലിസ്റ്റിനകത്തുള്ള ഓരോ എലമെൻറ്റ്സിലൂടെ ഇത് ഐട്രേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഐറ്റം ഇൻ ദ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് ഫ്രൂട്ട്, ആ ഒരു ഐട്രേഷനിലുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, സോ ഈ കോഡൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. സോ നെക്സ്റ്റ് ഐറ്റം ഇൻ ദ ബാസ്ക്കറ്റ് ആപ്പിൾ, അതുപോലെ തന്നെ ബനാന, മാംഗോ, ചെറി. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ തവണ ഈ ഒരു ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുമ്പോൾ, ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ലിസ്റ്റിനകത്തൂടെ ഐട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രാവശ്യം ഈ ഫ്രൂട്ടിൻ്റെ വാല്യൂ ഇതിനകത്തുള്ള ഓരോ വാല്യൂസ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഈ ഫ്രൂട്ടിൻ്റെ വാല്യൂ ഈ ഒരു സെൻറ്റൻസിൻ്റെ കൂടെ പ്രിൻ്റ് ആവും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി സിമിലർ ആയിട്ടുള്ള വേറൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കിവിടെ പ്രൈസസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ സ്ട്രിങ് അല്ല, എല്ലാ വാല്യൂസും ഇൻറ്റിജേഴ്സാണ്. സോ ഇവിടെ നമ്മൾ ഈ ഒരു ലൂപ്പിലൂടെ കടത്തിവിടുന്ന സമയത്ത് ഈ പ്രൈസ് എന്ന് പറയുന്ന വാല്യൂ ഓരോ തവണ പോകുമ്പോഴും ഈ 10, 55, 20, 100, 5 എന്നിങ്ങനെ മാറി മാറി വരും. എന്നിട്ട് ഓരോ പ്രാവശ്യവും ഈ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് റൺ ആവും. എന്നിട്ട് ഒരു ഇഫ് കണ്ടീഷനുണ്ട്. ഏതെങ്കിലും ഒരു പ്രൈസ് ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിൽ അഡീഷണലായിട്ട് ഈ ഒരു മെസ്സേജും കൂടെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം.
കണ്ടില്ലേ? ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഓരോ പ്രൈസ് ഇങ്ങനെ ഐറ്ററേറ്റ് ചെയ്ത് പോയിട്ട് എവിടെയെങ്കിലും 50ക്ക് മുകളിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഈ ഒരു മെസ്സേജും കൂടെ ആഡ് ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഈ ലിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മെത്തേഡ്സും ഉണ്ട്. ഇപ്പോൾ പ്രൈസസ് ഡോട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൺട്രോൾ സ്പേസ് അടിക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഓബ്ജക്റ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഒന്നൊന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല, കാരണം ഒരുപാടുണ്ട്. സോ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുന്ന സമയത്ത് ഒന്നൊന്നായിട്ട് എടുത്ത് നോക്കുക. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിക്ഷണറി എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പാണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു ബിൽട്ടിൻ ആയിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. ഇതിനകത്ത് നമുക്ക് ഡേറ്റ കീ വാല്യൂ പേഴ്സ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഫോൺ ബുക്ക് എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി നമുക്കുണ്ട്. ആ ഒരു ഫോൺ ബുക്കിനകത്ത് ഈ കാണുന്ന യൂസേഴ്സിനെയാണ് നമ്മൾ ഈ ഒരു കേസിൽ കീ എന്ന് പറയുന്നത്. സോ ഈ യൂസേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോൺ നമ്പറാണ് ഇതിൽ വാല്യൂസ്. സോ നമുക്ക് വേണമെങ്കിൽ ഈ ഫോൺ ബുക്ക് എന്ന് പറയുന്ന ഡിക്ഷണറി യൂസ് ചെയ്തുകൊണ്ട് ആലിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോൺ നമ്പർ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബോബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോൺ നമ്പർ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇതാണ് ഡിക്ഷണറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഫോൺ ബുക്കിനകത്തുനിന്ന് ആലിസിൻ്റെ ഫോൺ നമ്പർ എടുക്കണമെന്ന് വെച്ചോളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഫോൺ നമ്പർ എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ടാക്കാം. അതിനകത്ത് ഫോൺ ബുക്ക്, അതായത് നമ്മുടെ ഡിക്ഷണറിയുടെ പേര്, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ്, അതിനകത്ത് നമുക്ക് ആരുടെ ഫോൺ നമ്പറാണോ വേണ്ടത് ആ ഒരു കീ നെയിം. ഇപ്പോൾ ആലിസ് ആണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് നമ്മൾ ആലിസ് എന്ന് പറയുന്ന നെയിം ഇവിടെ കൊടുക്കുക. ബേസിക്കലി ഈ ഒരു ലൈനിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് ഫോൺ ബുക്ക് എന്ന ഡിക്ഷണറിയുടെ ആലിസ് എന്ന് പറയുന്ന പേരിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോൺ നമ്പർ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അതാണ് ഇതിനർത്ഥം. ഇനി നമുക്ക് സിംപ്ലി ഫോൺ നമ്പർ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമുക്കിപ്പോൾ ആലിസിൻ്റെ ഫോൺ നമ്പർ നമുക്ക് ഈ ഒരു ഡിക്ഷണറി, ഫോൺ ബുക്ക് എന്ന് പറയുന്ന ഡിക്ഷണറിയിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഫോൺ നമ്പർ എടുക്കുന്നത് മാറ്റിയിട്ട് നമുക്ക് ആദ്യം ഇത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഫോൺ ബുക്ക് എങ്ങനെ ഇരിക്കും, ഫോൺ ബുക്ക് എന്ന് പറയുന്ന ഡിക്ഷണറി എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് പ്രിൻ്റ് ജസ്റ്റ് ഫോൺ ബുക്ക് എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, നമ്മളിപ്പോൾ ഈ ഒരു ഡിക്ഷണറി തന്നെയാണ് ഇവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഈ ഒരു ഡിക്ഷണറിക്കകത്തേക്ക് ഒരു കീയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവും കൂടെ ആഡ് ചെയ്യണമെന്ന് വെച്ചോളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചാർലി എന്ന് പറയുന്ന പേരുള്ള ഒരാളുടെ ഫോൺ നമ്പറും കൂടെ ആഡ് ചെയ്യണമെന്ന് വെച്ചോളൂ. എങ്ങനെ ആഡ് ചെയ്യും? വളരെ സിമ്പിളാണ്. നമുക്ക് ഈ പ്രിൻറ്റിൻ്റെ താഴെ ഫോൺ ബുക്ക് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ചാർലി ഈസ് ഈക്വൽ ടു നമ്മൾ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുക 55502001. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഈ ഫോൺ ബുക്ക് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം. അപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്തപ്പോഴത്തേക്കും ആദ്യം ഫോൺ ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ, ഈ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അത് പ്രിൻ്റ് ചെയ്തു. അതാണ് നമ്മളിവിടെ ആദ്യം കാണുന്നത്. അതിനകത്ത് ചാർലി ഇല്ല, ആലീസും ബോബും മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മളിവിടെ ചാർലി എന്ന പേരുള്ള ഒരു കീയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂവും ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഫോൺ ബുക്ക് എന്ന് പറയുന്ന ഡിക്ഷണറി ഒന്നുകൂടെ പ്രിൻ്റ് ചെയ്തു. അപ്പോഴേക്കും അതിനകത്ത് ആലിസ് ഉണ്ട്, ബോബുണ്ട്, അതുപോലെ തന്നെ ചാർലിയും ഉണ്ട്. ഈ 3 പേരെയും നമ്മളിപ്പോൾ ഈ ഒരു ഫോൺ ബുക്ക് എന്ന് പറയുന്ന ഡിക്ഷണറിക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇത്രയും പഠിച്ചത് വെച്ചിട്ട് നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വിസ് ഗെയിമാണ് ഇത്. സോ ഇതിനകത്ത് ക്വിസ് എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി ഉണ്ട്. അതിനകത്ത് കീസ് ആയിട്ട് പറയുന്നത് എല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. കണ്ടില്ലേ, ഫസ്റ്റ് കീ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ്, സെക്കൻഡ് കീ എന്ന് പറയുന്നത് വാട്ട് ഈസ് 5+7, തേർഡ് കീ എന്ന് പറയുന്നത് വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് റെഡ് പ്ലാനറ്റ്. അതിൻ്റെയൊക്കെ വാല്യൂസ് ആയിട്ട് ആ ക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറക്റ്റ് ആൻസേഴ്സും ഉണ്ട്. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ്, ആ ഒരു കീയുടെ ആൻസർ എന്ന് പറയുന്നത്, ആ ഒരു കീയുടെ വാല്യൂ എന്ന് പറയുന്നത് പാരീസ് ആണ്. അതുപോലെ വാട്ട് ഈസ് 5+7, ആ ഒരു കീയുടെ വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് റെഡ് പ്ലാനറ്റ്, ആ ഒരു കീയുടെ ആൻസർ എന്ന് പറയുന്നത് മാർസ് ആണ്. ഓക്കെ, എന്നിട്ട് സ്കോർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിളും ഉണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലൂപ്പ് നമ്മൾ എഴുതുകയാണ്.
സോ ഇതിനകത്തുള്ള ഓരോ ഐറ്റംസിനെയും ഇതിനെ നമ്മൾ ഓരോ ഐറ്റംസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ക്വിസ് എന്ന് പറയുന്ന ഡിക്ഷണറിയിലുള്ള ഓരോ ഐറ്റംസിനും നമ്മൾ ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എന്ത് പറ്റുമെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ്? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ലൂപ്പ് എക്സിക്യൂഷൻ്റെ സമയത്ത് ഈ ക്വസ്റ്റ്യൻ്റെ വാല്യൂ വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസും ആൻസറിൻ്റെ വാല്യൂ പാരീസുമാണ്. സോ ഇതിനകത്ത് യൂസർ ഇൻപുട്ടായിട്ട് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്കിവിടെ ഒരു ആൻസർ കൊടുക്കണം. തൽക്കാലം നമുക്ക് തെറ്റിച്ച് ഒരു ആൻസർ കൊടുക്കാം, മദ്രിദ് എന്ന് പറയുന്ന ആൻസർ കൊടുക്കാം. എന്ത് പറ്റുമെന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ യൂസർ ആൻസർ നമ്മൾ ലോവർ കേസ് ആക്കിയിട്ട് ഈ ആൻസർ ഡോട്ട് ലോവറുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് പാരീസ് വിത്ത് സ്മോൾ പി ആണോ നമ്മൾ കൊടുത്തതെന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ അതൊരു കറക്റ്റ് ആൻസർ ആയിരിക്കും. എന്നിട്ട് സ്കോർ പ്ലസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇല്ല എങ്കിൽ അത് റോങ് ആൻസർ ആയിരിക്കും. നമ്മളിപ്പോൾ തെറ്റിച്ചാണ് കൊടുത്തത്. ശരിക്കുള്ള ആൻസർ പാരീസ് ആണ്, പക്ഷേ നമ്മൾ കൊടുത്തത് മഡ്രിഡ് ആണ്. സോ അതുകൊണ്ട് ഇത് ദി ആൻസർ ഈസ് പാരീസ് എന്ന് വന്നു. ഇനി രണ്ടാമത് നമുക്ക് കറക്റ്റ് ആൻസർ കൊടുത്താൽ, ഇതിപ്പോൾ രണ്ടാമത്തെ ലൂപ്പ് എക്സിക്യൂഷനാണ്. ഓക്കെ, സോ ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ വാല്യൂ വാട്ട് ഈസ് 5 + 7, അതുപോലെ ആൻസറിൻ്റെ വാല്യൂ 12 ആണ്. അപ്പോൾ ഇവിടെ നമ്മളടുത്ത് ഈ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മുടെ ആൻസറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 12 കൊടുത്തു നോക്കാം, കറക്റ്റ് ആൻസർ കൊടുക്കാം. എന്ത് പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് കറക്റ്റ് ആണെന്ന് കാണിച്ചു. എന്നിട്ട് സ്കോറിൻ്റെ വാല്യൂ പ്ലസ് ഓർ ഈസ് ഈക്വൽ ടു 1, അതായത് നേരത്തെ 0 ആയിരുന്നു, ഇപ്പോൾ 0 + = 1 എന്ന് പറയുമ്പോഴത്തേക്കും സ്കോറിൻ്റെ കറണ്ട് വാല്യൂ 1 ആവും. എന്നിട്ട് ലൂപ്പ് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. നമ്മുടെ ക്വിസ് എന്ന് പറയുന്ന ഡിക്ഷണറിയുടെ ലാസ്റ്റ് ഐറ്റം വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് റെഡ് പ്ലാനറ്റ്, നമുക്കവിടെ കറക്റ്റ് ആൻസർ കൊടുക്കാം. ഓക്കെ, മാർസ്. നമ്മൾ കൊടുത്ത ഈ മാർസ് എന്ന് പറയുന്ന ആൻസറും ഈ ഒരു മാർസ് എന്ന് പറയുന്ന ആൻസറും ഈ ഒരു കണ്ടീഷനിൽ കറക്റ്റ് ആയതുകൊണ്ട് കറക്റ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ സ്കോറിൻ്റെ വാല്യൂ ഒരു നമ്പർ കൂടുകയും ചെയ്യും. ക്വസ്റ്റ്യൻ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയും. എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ സ്കോർ എന്ന് പറയുന്ന സ്കോർ, അതായത് നമ്മുടെ കറണ്ട് സ്കോർ, അതായത് 2 ബൈ ലെങ്ത് ഓഫ് ക്വിസ്. ലെങ്ത് ഓഫ് ക്വിസ് എന്ന് പറയുന്നത് ഈ ക്വിസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടോട്ടൽ ലെങ്ത്, അതായത് 3. അതാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കണ്ട. നിങ്ങൾക്ക് IT റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ടെക്നിക്കൽ അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും കരിയർ ഗൈഡൻസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണെങ്കിലും എന്ത് വേണമെങ്കിലും ഈ വീഡിയോയുടെ താഴെ ചോദിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക. അതുപോലെ തന്നെ പൈത്തൺ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈബ്രറീസ്. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള കോഡുകളൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്തുള്ള ഫങ്ഷൻസ് വെച്ച് തന്നെ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവുന്ന സമയത്ത് നമുക്ക് പൈത്തൺ കോഡ് ഫ്രം സ്ക്രാച്ച് ചെയ്യാതെ നമുക്ക് ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈബ്രറീസ്, പ്രീ മെയ്ഡ് ആയിട്ടുള്ള ലൈബ്രറീസ് നമ്മുടെ പ്രോഗ്രാമിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യും. ഈ ലൈബ്രറി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് പാക്കേജസ് ഉണ്ടാവും, ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ടാവും. മൊഡ്യൂൾ എന്ന് പറയുന്നത് ഈ .py എന്ന എക്സ്റ്റൻഷനുള്ള ഒരുപാട് എന്താ പറയുക, പൈത്തൺ സ്ക്രിപ്റ്റുകളും കോഡുകളുമാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഒരു ഫോൾഡറിനകത്താക്കുമ്പോഴത്തേക്കും അതൊരു പാക്കേജ് ആവും. സോ പല കണക്റ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾസും പാക്കേജസും ചേർത്ത് വെച്ച് നമ്മളൊരു ലൈബ്രറി ആക്കും. സോ ഓരോ ഫങ്ഷൻസിനും, ഓരോ അഡീഷണൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസിനും ഓരോ ലൈബ്രറീസ് അവൈലബിൾ ആണ്. ഓൾറെഡി പൈത്തണിനകത്ത് തന്നെ പൈത്തൺ തന്നെ തരുന്ന ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ലൈബ്രറീസ് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ബേസിക്കലി നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് കോഡ് ചെയ്യുന്നതിന് പകരം ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള ഫങ്ഷൻസ് കോൾ ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. ആ ഒരു ലൈബ്രറി നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് നിന്നും പല വെബ് റിക്വസ്റ്റുകൾ, പല വെബ്സൈറ്റുകളിലോട്ട് വെബ് റിക്വസ്റ്റുകൾ അയക്കാൻ പറ്റും. സോ ആദ്യം ആ ഒരു ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് പിപ്പ് ഇൻസ്റ്റാൾ റിക്വസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വിർച്വൽ എൻവയോൺമെൻറ്റ്, നമ്മൾ നേരത്തെ ഒരു വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തായിരുന്നു അല്ലേ, ആ ഒരു വിർച്വൽ എൻവയോൺമെൻറ്റിനകത്ത് ഈ റിക്വസ്റ്റ് എന്ന് പറയുന്ന
ലൈബ്രറിയും അതിനാവശ്യമുള്ള ഡിപ്പെൻഡൻസീസും ബാക്കി കാര്യങ്ങളും എല്ലാം ഇൻസ്റ്റാൾ ചെയ്യും. സോ നമുക്ക് ആ വിർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ ഫോൾഡറിനകത്തുനിന്ന് പോയി നോക്കാം. സോ ഇവിടെയാണ് നമ്മുടെ പ്രോജക്റ്റ് അല്ലേ. സോ ഈ റൂട്ട് സെറ്റ് പൈത്തൺ മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിനകത്ത് നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രോഗ്രാംസും ഉണ്ടല്ലേ, നമ്മൾ സേവ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും ഇവിടെ കിടപ്പുണ്ട്. സോ അതിനകത്ത് ഈ .venv എന്ന് പറയുന്ന വിർച്വൽ എൻവയോൺമെൻറ്റ് ഫോൾഡറിനകത്ത് പോയിട്ട് ലൈബ്രറീസിനകത്ത് പോവുകയാണെങ്കിൽ അതിനകത്ത് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ പാക്കേജസ്, ഈ റിക്വസ്റ്റ് എന്ന് പറയുന്ന ലൈബ്രറി, അതുപോലെ തന്നെ URLlib, ഇഡ്ന, ഇതൊക്കെ ഈ റിക്വസ്റ്റ് എന്ന് പറയുന്ന ലൈബ്രറിക്ക് ഡിപ്പെൻഡൻസി ആയിട്ട് വരുന്ന പല പല കൊച്ചു കൊച്ചു ലൈബ്രറീസും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ. സോ ഈ .py ഫയൽ എല്ലാം ഡിപ്പെൻഡൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഓരോ മൊഡ്യൂൾസാണ്. ഇതിനെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു പാക്കേജ് ആക്കും. പാക്കേജസിനെ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മളൊരു ലൈബ്രറി ആക്കുന്നത്. സോ നമുക്ക് ഈ വെബ്സൈറ്റിലോട്ട് റിക്വസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് ഈ റിക്വസ്റ്റ് എന്ന് പറയുന്ന ലൈബ്രറി നമ്മുടെ കോഡിലേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും മുകളിൽ നമ്മൾ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ട് റിക്വസ്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. സോ കോഡ് റൺ ആവുന്ന സമയത്ത് ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫങ്ഷൻസും ബാക്കി കാര്യങ്ങളും എല്ലാം ലോഡ് ചെയ്യും. ഇനി നമുക്ക് ഒരു വെബ്സൈറ്റിലേക്ക് റിക്വസ്റ്റ് അയക്കണം. നമുക്ക് ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് api.ipfi.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് റിക്വസ്റ്റ് അയക്കാം. സോ ബേസിക്കലി അതിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഈ api.ipfi.org എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്തോട്ട് റിക്വസ്റ്റ് അയക്കുമ്പോൾ ഈ ഒരു റെസ്പോൺസാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ബ്രൗസറിൽ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കും. സോ ഈ ഒരു റെസ്പോൺസ് നമുക്ക് ഡയറക്റ്റായിട്ട് പൈത്തൺ വെച്ച് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. സോ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ലൈബ്രറിക്കകത്ത് .get എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റിക്വസ്റ്റ് എന്ന് പറയുന്ന ലൈബ്രറിയിലേക്ക് .get എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഈ ഒരു പാരാമീറ്റർ പാസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ്, അത് ആ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്ന ലൈബ്രറി അത് പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ റെസ്പോൺസ്, ഈ ഒരു റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് ഈ റെസ്പോൺസ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു റെസ്പോൺസ് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് പ്രിൻറ്റ് എഫ് റെസ്പോൺസ്, റെസ്പോൺസ്. ഓക്കെ, ഇനി നമുക്ക് ഈ കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് ആ ഒരു റെസ്പോൺസിൻ്റെ സ്റ്റാറ്റസ് കോഡ് മാത്രമാണ്. ഓക്കെ, നമുക്കിനി ആ ഒരു റെസ്പോൺസിൻ്റെ ശരിക്കും ടെക്സ്റ്റ് ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് response.text എന്ന് ടൈപ്പ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടില്ലേ. സോ response.textനകത്ത് നമുക്ക് 79.116.238.207 എന്ന് പറയുന്ന IP അഡ്രസ്സ് നമുക്ക് കിട്ടി. സോ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലൈബ്രറീസ് അവൈലബിൾ ആണ്. സോ ഈ ലൈബ്രറീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാം കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ വളരെയധികം സൂക്ഷിക്കുക. ഒരുപാട് ട്രസ്റ്റഡ് ആയിട്ടുള്ള ലൈബ്രറീസ് ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ എന്താ പറയുക, തേർഡ് പാർട്ടീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് മലീഷ്യസ് ആയിട്ടുള്ള ലൈബ്രറീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ആ കോഡൊന്നും ശരിക്കും വാലിഡേറ്റഡ് ആയിരിക്കത്തില്ല, നമുക്കറിയത്തില്ല ആ കോഡിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന്. സോ നമുക്ക് ഇതുപോലെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ലൈബ്രറീസ് മാത്രം എപ്പോഴും യൂസ് ചെയ്യുക. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞു തന്നതാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു URL മാത്രമല്ല, ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ പുറത്ത് മൗസ് ഒന്ന് ഹോവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുമെന്ന് നമുക്കിവിടെ കാണാം. URL കൊടുക്കാൻ പറ്റും, വേറെ ഒരുപാട് പാരാമീറ്റേഴ്സ് കൊടുക്കാൻ പറ്റും, ഡേറ്റ നമുക്ക് കൊടുക്കാൻ പറ്റും, ആ ഒരു റിക്വസ്റ്റിൻ്റെ കൂടെ ഹെഡേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും, അതുപോലെ കുക്കീസ് വേണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റും, ഫയൽസ് കൊടുക്കാൻ പറ്റും, ഓതൻറ്റിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ടൈം ഔട്ട്, പ്രോക്സി, ഹുക്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഗെറ്റ് മാത്രമല്ല, പോസ്റ്റുമുണ്ട്. ഇപ്പോൾ പോസ്റ്റ് റിക്വസ്റ്റ് അയക്കണമെങ്കിൽ അതും നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അവിടെയും നമുക്ക് ഒരു സെറ്റ് പാരാമീറ്റേഴ്സ് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓരോ ലൈബ്രറീസ് വെച്ച് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്വാൻസ്ഡ് ലെവൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ അടുത്ത ലെവലായിട്ട് നമ്മൾ അടുത്തൊരു സെപ്പറേറ്റ് വീഡിയോ, ഒരു ഫുൾ ട്യൂട്ടോറിയൽ ഇതേപോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി പൈത്തൺ അല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പഠിക്കണം, നിങ്ങൾക്ക് ലിനക്സോ അതുപോലെ തന്നെ നെറ്റ്വർക്കിങ്ങോ ഇങ്ങനെ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അതും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് പറയുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഫുൾ കോഴ്സ് ചെയ്യുന്നതായിരിക്കും.